എല്ലാവർക്കും ഒരു നിമിഷം കൂടി ഒന്ന് കണ്ണുകൾ അടച്ച് പരിശുദ്ധ കത്തോലിക്ക സഭ ഈശോ ജോർദാൻ നദിക്കരയിൽ ഇറങ്ങി നിന്നപ്പോ സ്വർഗം തുറക്കപ്പെടുന്നതും പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ അവന്റെ മേൽ എഴുന്നള്ളി വരുന്നതും പിതാവിന്റെ സ്വരം കേൾക്കപ്പെടുന്നതുമായി നാം ഓർമ്മിക്കുന്ന ഒരു ദിവസമാണ്. ഈ കൂട്ടായ്മയിൽ ആയിരിക്കുന്ന എല്ലാ മക്കളും തങ്ങളുടെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് ഉയർത്തട്ടെ. ആയിരിക്കുന്നിടത്ത് ഈശോയെ, ഞാനിപ്പോൾ ഈ മുറിയിൽ, ഈ ആലയത്തിൽ ഇവിടെ ആയിരിക്കുമ്പോൾ ആ സ്വർഗത്തിന്റെ വലിയൊരു കാഴ്ചയ്ക്ക് വേണ്ടി, വലിയൊരു കേൾവിക്ക് വേണ്ടി എല്ലാ മക്കളും കണ്ണും കാതും ഉയർത്തി പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിന്റെ ആവാസം കണ്ടനുഭവിക്കാൻ, സ്വർഗപിതാവിന്റെ സ്വരം കേട്ട് അത് അനുഭവിക്കാൻ ഈ സമയം ഞങ്ങളെ യോഗ്യമാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇത് സഭയോട് ചേർന്ന് ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് എല്ലാ മക്കളും നിങ്ങളുടെ ജീവിതത്തെ, കുടുംബ സാഹചര്യങ്ങളെ, ഈ പുതുവർഷത്തില് കർത്താവെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ, ജോലി മേഖലകളെ, ദേശത്തെ എല്ലാം പരിശുദ്ധാത്മാവിന്റെ പുതിയ കാഴ്ചയ്ക്ക് വേണ്ടി, പുതിയ കേൾവിക്ക് വേണ്ടി, നിയോഗത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഒരിക്കൽ കൂടി നമുക്ക് സ്വരമുയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 പരിശുദ്ധാത്മാവേ, ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, സ്വർഗത്തിന്റെ ശക്തിയായ പരിശുദ്ധാത്മാവേ, ഈ ദാസരുടെ മേൽ എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ചിന്തകളെ, ഞങ്ങളുടെ ഓർമ്മകളെ, ഞങ്ങളുടെ ഭാവനകളെ, ഞങ്ങളായിരിക്കുന്ന അവസ്ഥയെ, ഞങ്ങളുടെ എല്ലാ മേഖലകളെ ഏറ്റെടുക്കണേ പരിശുദ്ധാത്മാവേ. സ്വർഗീയ ചൈതന്യമാകുന്ന പരിശുദ്ധാത്മാവേ, അവിടെ ആലയത്തിൽ കടന്നുവരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ, ഈശോയേ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ, ഈശോ, 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 ഈശോ. ഹല്ലേലൂയ, ഈശോയേ നന്ദി, നന്ദി. എല്ലാ മക്കളും കണ്ണുകൾ അടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെക്കും. പരിശുദ്ധാത്മാവേ, അങ്ങ് ജോർദാൻ നദിയിൽ ഇറങ്ങി നിന്ന യേശുവിന്റെ മേൽ വന്ന് ആവസിച്ചതുപോലെ ഈ സമയം ഞങ്ങളിലേക്ക് വന്ന് ആവസിക്കണമേ എന്ന് എല്ലാ മക്കളും പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ മക്കൾക്ക് ഒരു പുതിയ കാഴ്ച കിട്ടുവാൻ, ഒരു പുതിയ കേൾവിയുണ്ടാകാൻ, നിന്റെ വ്യക്തി ജീവിതത്തിൽ ഒരു പുതിയ കാഴ്ച കിട്ടാൻ, ഒരു പുതിയ കേൾവിയുണ്ടാവാൻ പരിശുദ്ധാത്മാവേ അങ്ങ് ആവസിക്കണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ രോഗികളും, എല്ലാ ബന്ധനത്തിലായിരിക്കുന്നവരും, എല്ലാ തകർച്ചയിലായിരിക്കുന്നവരും ജീവിതത്തെ ചേർത്ത് വെച്ച്, കണ്ണുകൾ അടച്ച്, കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമ്മൾ പാടി പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവേ, അങ്ങ് ആവസിക്കണേ ആത്മാവേ. എന്റെ ജീവിതത്തിന്റെ ഓരോ മേഖലയിലേക്കും സ്വർഗീയ ചൈതന്യമേ അങ്ങ് ഇറങ്ങി വരണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ മക്കളും സ്നേഹത്തോടെ ചേർന്ന് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവേ, അങ്ങ് ആവസിക്കണേ ആത്മാവേ, അങ്ങ് നിറയണേ ആത്മാവേ. ഞങ്ങളുടെ ശൂന്യതയിലേക്ക്, ഞങ്ങളുടെ ബലഹീനതകളിലേക്ക്, ഞങ്ങളുടെ തകർച്ചകളിലേക്ക് എല്ലാം പരിശുദ്ധാത്മാവേ അങ്ങ് ഈ സമയം വന്ന് നിറയണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവിന്റെ വലിയ ജ്വലനം കിട്ടാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ എല്ലാ മേഖലകളെയും കൊടുത്ത് ഒരിക്കൽ കൂടി പരിശുദ്ധാത്മാവിന്റെ കൃപ ലഭിക്കാൻ നമുക്ക് ആഗ്രഹിച്ച് പരിശുദ്ധാമ്മയുടെ കരം പിടിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകും. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നമ്മളെ എല്ലാം നയിക്കാൻ ആഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, പുതുവർഷത്തിലേക്ക് പ്രവേശിച്ച് ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന 3 പ്രത്യേക വചനങ്ങളാണ്. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് 3 പ്രത്യേക വചനങ്ങൾ നമുക്ക് ഈ പുതുവർഷത്തിന് വേണ്ടി തരികയാണ്. അപ്പോൾ ഈ 3 വചനങ്ങള് 3 തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയാണെന്നാണ് ഈശോനോട് പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ ഈ വചനം ശ്രദ്ധിച്ച് കേട്ട് ഈ വചനം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം. ഒന്നാമത്തെ വചനം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം, 43-ാമത്തെ അധ്യായത്തിൽ
കർത്താവിന്റെ വചനം നമ്മളോട് പങ്കുവെക്കുകയാണ്. അവിടെ വചനം ഇങ്ങനെ എഴുതി വെക്കുന്നുണ്ട്, ഇതാ ഞാൻ ഒരു പുതിയ കാര്യം ചെയ്യാൻ പോകും. 43-ാം അധ്യായം 19-ാമത്തെ വചനമാണ്. പുതുവർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും വേണ്ടി പക്ഷെ നമ്മളോട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട വചനമാണ്. ഇതാ 18-ാമത്തെ വചനം, കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. ഈശോ ഇവിടെ ഇരിക്കുന്ന പലരോടുമായി ഇന്ന് വചനം പറയാൻ പറഞ്ഞു വെക്കുകയാണ്, കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. അടുത്ത വചനമാണ്, ഇതാ ഞാൻ പുതിയ ഒരു കാര്യം ചെയ്യാൻ പോകുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ. ഞാൻ വിജനദേശത്ത് ഒരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും. ഈശോ പറഞ്ഞൊരു വചനമാണ്. ഇന്ന് ഈ കൂട്ടായ്മയിലായിരിക്കുന്ന ആരൊക്കെയോ ഇന്നും കഴിഞ്ഞ നാളുകളിലെ കാര്യങ്ങൾ ഓർത്ത് സങ്കടപ്പെട്ട് ഭാരപ്പെട്ട് വേദനിച്ചിരിക്കുന്ന ചില ജീവിതങ്ങളുണ്ട്. ഓർത്തോർത്ത് കുടുംബ ജീവിതത്തിൽ അസ്വസ്ഥതകളാണ്. ഓർത്തോർത്ത് വീണ്ടും വീണ്ടും ഭർത്താവ് ചെയ്തോർത്ത് ഭാര്യ ചെയ്തോർത്ത് ഇങ്ങനെ സങ്കടപ്പെട്ട് നരകയാതന എന്നതുപോലെ മനസ്സിനെ നീറ്റുന്ന അനേകം ജീവിതങ്ങളോട് ഈ പുതുവർഷത്തിൽ ഈശോ പറയുകയാണ്, കഴിഞ്ഞ കാര്യങ്ങൾ ഓർത്ത് നീ സങ്കടപ്പെടുകയോ അതിനെക്കുറിച്ച് നീ ഓർക്കുകയോ ചെയ്യരുത്. ഇനി അത് നിന്റെ മനസ്സിൽ ഉണ്ടാവരുത്. ഈശോ പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം എനിക്കും നിങ്ങൾക്കുമൊക്കെ കർത്താവിന്റെ സ്നേഹം ഒരുപാട് അനുഭവിക്കണം. ഈശോയുടെ കൃപ ഒത്തിരി കിട്ടണം. ഈശോയെ അനുഭവിക്കണം, എല്ലാവർക്കും ആഗ്രഹമാണ്. എന്നാൽ ദൈവത്തിന്റെ കൃപ ഈ പുതുവർഷത്തിൽ അനുഭവിക്കാൻ ഈശോ നമ്മൾ ഒന്നാമത്തെ കാര്യം പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, മനസ്സിനെ മതിക്കുന്ന ഭാരപ്പെടുത്തുന്ന ചില ഓർമ്മകളുണ്ട്, ചില വാക്കുകളുണ്ട്, ചില ചിന്തകളുണ്ട്, ചില സാഹചര്യങ്ങളുണ്ട്. അത് നീ ഈ നിമിഷം നിന്റെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റണമെന്ന് ഈശോ നമ്മളോട് പറയുകയാണ്. ഈ പുതുവർഷത്തിൽ ഒന്നാമത്തെ കാര്യമാണ്, എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വങ്ങളോട് ഈശോ പറയുന്നതാണ്, കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. എന്നെ വേദനിപ്പിക്കുന്ന സങ്കടപ്പെടുത്തുന്ന, എന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത വിധത്തിൽ വീണ്ടും വീണ്ടും താഴേക്ക് തള്ളിക്കളയുന്ന ഈ കഴിഞ്ഞ കാര്യങ്ങളുടെ ചില ഓർമ്മകളുണ്ട്, ഭാരപ്പെടുത്തുന്ന ഓർമ്മകളുണ്ട്. അത് ഈശോ എടുത്തു മാറ്റാൻ നമ്മൾ ഒന്നാമതായി പറയണം. എന്നിട്ട് ഈശോ പറയാണ്, നിങ്ങൾ ഈ വചനം പ്രത്യേകിച്ച് മക്കളുടെ വിവാഹം നടക്കാത്തവര്, പല വിധത്തിലും മക്കളെ ഓർത്ത് ആകുലപ്പെടുന്നവര്, അല്ലെങ്കിൽ ഭർത്താവിന്റെ മദ്യപാനം, അല്ലെങ്കിൽ ഒരു ജോലി കിട്ടുന്നില്ല, പല വിധത്തിൽ ഇന്റർവ്യൂ അറ്റൻഡ് ഒന്നും കിട്ടുന്നില്ലാത്തവര് പുതുവർഷത്തിൽ ഈ ഒരു വചനം ഏറ്റെടുക്കുക. കഴിഞ്ഞ കാലത്തിന് തോൽവികളെ നീ പിന്നോട്ടെടുത്ത് മാറ്റി വെച്ചിട്ട് പറയുകയാണ്, ഇത് ഒരു പുതിയ കാര്യം ഞാൻ ചെയ്യാൻ പോകും. എനിക്ക് ഉറപ്പാണ് ഈ വചനം ഏറ്റെടുക്കുന്ന വ്യക്തിത്വങ്ങൾക്ക് ഈശോ നിശ്ചയമായും ഈ മാസം 31-ന് മുമ്പ് പല മേഖല ദൈവം ഇടപെടും ഈശോ പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് ഈ വചനം നിങ്ങൾ നോട്ട് ചെയ്തിട്ട് പ്രാർത്ഥിക്കുക. ഇതൊരു പുതിയ കാര്യം എന്റെ ജീവിതത്തില് ഇന്നോളം എനിക്ക് പറ്റാത്ത പല കാര്യങ്ങളും, എന്റെ കുടുംബത്തിൽ പറ്റാത്ത പല മേഖലകളുണ്ട്, ഒരുപക്ഷെ വിശുദ്ധി എനിക്ക് സാധ്യമല്ലാത്തൊരവസ്ഥ, ബലഹീനതകളുടെ ചില മേഖലകളുണ്ട്. പ്രാർത്ഥിക്കണം, ഇതൊരു പുതിയ കാര്യം എന്റെ ദൈവം എന്റെ ജീവിതത്തിൽ ചെയ്യാൻ പോവുകയാണ്, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ. എന്നിട്ട് ഈശോ പറയാണ്, എവിടെയാണ് വിജനദേശം നിന്റെ ജീവിതത്തില്? വിജനദേശത്ത് ഒരു പാതയും മരുഭൂമിയിൽ നദികളും നിനക്ക് വേണ്ടി ഞാൻ ഒരുക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക, ഈശോയെ, എന്റെ ജീവിതത്തിന്റെ മരുഭൂമിയിൽ നിന്ന് വെള്ളം വറ്റി നിൽക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ, പച്ചപ്പ് കാണാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ, ഞാൻ ഏകാന്തതയിലാണെങ്കിൽ, ഇനി മുന്നോട്ടൊരവസ്ഥ ഈശോ എനിക്കത് വേണ്ട. ഒരു പുതിയ കാര്യം നീ എനിക്ക് വേണ്ടി ചെയ്യണം. ആഗ്രഹിച്ച് എല്ലാ മക്കളും പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട മക്കളെ, ഒരിക്കൽ കൂടി ഒന്ന് കണ്ണുകൾ അടച്ചേ. നിന്റെ ജീവിതത്തിലെ കഴിഞ്ഞ കാല ഓർമ്മകളെ യേശുവിന്റെ കുരിശിനോടങ്ങ് ചേർത്ത് വെക്കണം. എന്തെങ്കിലുമൊക്കെ വേദനകളോ ഭാരപ്പെടുത്തലുകളോ പിന്നോട്ടുള്ള യാത്രകളോ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിവെക്കും. എന്നിട്ട് ഈശോയോട് പറയണം, ഈശോയെ, എനിക്ക് വേണ്ടി നീ ചെയ്യാൻ പോകുന്ന പുതിയ കാര്യങ്ങൾ, എന്റെ ആത്മീയതയുടെ വളർച്ചയുടെ മേഖലകൾ കർത്താവെ അവിടുന്ന് ഏറ്റെടുക്കണം. കർത്താവെ, എന്റെ ചില ബലഹീനതകൾ ഈശോയെ നീ ഏറ്റെടുക്കണം. എന്റെ കൺമുമ്പിൽ അശുദ്ധി മാത്രം കാണുന്ന മേഖലകൾ എനിക്കുണ്ടെങ്കിൽ ഈശോയെ നീ അത് ഏറ്റെടുക്കണം. എനിക്ക് വേണ്ടി ഒരു പുതിയ പച്ചപ്പ് തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്ന് സ്തുതിച്ചേ മക്കളെ. ഈ വചനത്തിന്റെ കൃപ നമ്മളിലേക്ക് നിറയട്ടെ. എല്ലാ മക്കളും സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ സ്തുതിക്കുന്നപ്പാ, നന്ദി പറയുന്നു കർത്താവേ, ആരാധിക്കുന്നു കർത്താവേ. ഈ കൂട്ടായ്മയിലായിരിക്കുന്ന മക്കള് കുഞ്ഞുങ്ങളുടെ രോഗപീഠകളോർത്ത്, കുഞ്ഞുങ്ങളുടെ ഭാവി അടങ്ങിപ്പോയതോർത്ത് കർത്താവെ, ഡിപ്രഷനിലായിരിക്കുന്ന മക്കളെ എല്ലാം ഈ സമയം സമർപ്പിക്കുകയാണ് കർത്താവെ. പ്രാർത്ഥിക്കാൻ പറ്റാത്തവര്
വിശ്വാസം നശിച്ചു പോയവര് ഈശോയെ സമ്പൂർണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. അങ്ങ് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഈശോയെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ, ഈശോയെ നന്ദി, നന്ദി, നന്ദി. ഈശോയെ നന്ദി. പ്രിയപ്പെട്ട മക്കളെ, ഞാനിത് പറഞ്ഞു വെക്കുമ്പോ ഈശോ പറഞ്ഞില്ലേ കഴിഞ്ഞ കാര്യങ്ങൾ ഓർക്കരുത്. ഇന്നെനിക്ക് വളരെ വേദനാജനകമായ ഒരു മെസ്സേജാണ് എന്റെ ഒരു പ്രിയപ്പെട്ട ചേച്ചി അയച്ചു തന്നത്. ചേച്ചിയുടെ കൂടെ ഒരുമിച്ച് നേഴ്സിംഗ് പഠിച്ച് ഇന്ന് വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ ആ വ്യക്തി അന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കും, വിശ്വസിക്കും. ഇന്ന് അവള് പറയണം ഐ ആം എത്തിയസ്റ്റ്. ഞാൻ പ്രൗഡാണ്, ഞാൻ നിരീശ്വരവാദി ആയതിൽ ഞാൻ ഏറെ സന്തോഷിക്കുക. 2 മക്കളുണ്ട്, ഭർത്താവുണ്ട്. മക്കളെ പള്ളിയിൽ കൊണ്ടാകാൻ ഭർത്താവ് ഒത്തിരി ശ്രമിക്കും. പക്ഷെ ഭാര്യ ഞാൻ നിരീശ്വരവാദിയാണെന്ന് പറഞ്ഞ് സഭയെ, സന്യസ്ത ജീവിതത്തെ, ദൈവജനത്തെ, സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളെ ദുഷിച്ചുകൊണ്ട് മാത്രമുള്ള പോസ്റ്റുകൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കാണുമ്പോൾ എന്തുകൊണ്ടാണ് അവൾ ഇങ്ങനെ ചെയ്തതെന്ന് ഈ സഹോദരി പറഞ്ഞൊരു കാര്യമുണ്ട്. എന്റെ ചെറുപ്പത്തില് ഞാൻ ആയിരുന്ന ബോർഡിംഗ് സ്കൂളിലെ സിസ്റ്റർമാര് എന്നോട് ഒത്തിരി മോശമായിട്ട് പെരുമാറി. അതുകൊണ്ട് എനിക്ക് ഒരിക്കലും അവരോട് ക്ഷമിക്കാൻ പറ്റില്ല. അങ്ങനെ കഴിഞ്ഞ കാലത്തിന്റെ ഓർമ്മകൾ മനസ്സിലെടുത്തു വെച്ച് ജീവിതത്തെ ദൈവത്തിൽ നിന്ന് അകറ്റി നിർത്തി വിശ്വാസത്തിൽ നിന്ന് അകന്നു പോയ ഈ കഴിഞ്ഞ കാല ഓർമ്മകൾ, പ്രിയപ്പെട്ടവരെ, എന്റെയും നിന്റെയും ഒക്കെ ജീവിതത്തിൽ ചില കാര്യങ്ങളുണ്ട്. ഈശോയുടെ സ്നേഹം നിറയണം ഈ പുതുവർഷത്തില്. ഒരിക്കലും എനിക്കും നിങ്ങൾക്കും ഈശോയുടെ സ്നേഹമില്ലാതെ ഈ ലോകത്തില് പുതിയതായ ഒരു കാര്യം ചെയ്യാൻ നമുക്ക് കർത്താവ് നമ്മളെ കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മക്കള് ഈ ഒരു വചനം ഏറ്റെടുക്കണം. കാരണം നിങ്ങൾ ഒത്തിരി വിശുദ്ധീകരിക്കപ്പെടാനുണ്ട്. ഈ പുതിയ വർഷത്തില് കഴിഞ്ഞ കാലത്തിന്റെ വേദനകളും നമ്പരങ്ങളും തെറ്റായ ബോധ്യങ്ങളും എടുത്തു വെച്ചല്ല യാത്ര ചെയ്യേണ്ടത്. പഴയ കാര്യങ്ങളെ മാറ്റിവെച്ചിട്ട് എന്റെ മരുഭൂമിയെ അവിടുന്ന് പച്ചപ്പ് നിറഞ്ഞതാക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് യാത്ര ചെയ്യണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന പല കുടുംബ ജീവിതക്കാരിൽ നിന്ന് അനേകം പരാതികളുടെ വട്ടത്തിലാണ്. മടുത്തു എന്ന് പറയുന്ന അവസ്ഥകളുണ്ട്. അത് ഉണ്ടാകരുത്. ഈശോയുടെ കൈകളിലേക്ക് ഇതെല്ലാം കൊടുത്തിട്ട് പറയണം, ഈശോയെ എനിക്ക് വേണ്ടി നീ പുതിയത് ചെയ്യും, എനിക്ക് വേണ്ടി നീ പുതിയത് ചെയ്യും. ഈ ഒരു വിശ്വാസം ഈ പുതുവർഷത്തിൽ എന്നെ ശ്രമിക്കുന്ന നിങ്ങൾക്ക് ഉണ്ടാകണമെന്നാണ് ഒന്നാമത്തെ വചനത്തിൽ നിങ്ങളോട് പറയാൻ എനിക്ക് ആഗ്രഹമുള്ളത്. രണ്ടാമതായി മറ്റൊരു വചനം നിങ്ങളോട് പങ്കുവെക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാമത്തെ വചനം. യോഹന്നാന്റെ സുവിശേഷം 8:12 വചനം ഇങ്ങനെ പറയാണ്: അവൻ അവരോട് പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവന്റെ വെളിച്ചമുണ്ടായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഇതെടുക്കണം ഈ വചനം. ഈശോനോട് പറഞ്ഞില്ലേ, അവൻ ലോകത്തിന്റെ പ്രകാശമാണ്. ഇരുൾ നിറഞ്ഞിരിക്കുന്ന എന്റെ ആത്മീയ മേഖലയെ നിങ്ങൾ എല്ലാവരും, നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് ഇരുൾ നിറഞ്ഞ ആത്മീയ മേഖലകളുണ്ട്. നമ്മൾ എന്തൊക്കെ ചെയ്താലും നമ്മുടെ ജീവിതത്തിൽ ഇരുളിന്റെ ഒരു ആത്മീയ അവസ്ഥയുണ്ട്. അതിനെ കൂടുതൽ പ്രകാശമുള്ളതാക്കി മാറ്റി. ഈശോ പറഞ്ഞു, എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവന്റെ പ്രകാശമുണ്ടാക്കി. നിങ്ങളുടെ മക്കള് വിശ്വാസത്തിന് അകന്നു പോകുന്നുണ്ടോ? എഴുതി വെക്കണം അവരുടെ പേര്. ഈ വചനം എഴുതി വെക്കണം. ഈശോയെ, അവന്റെ ഹൃദയത്തിലേക്ക് ജീവന്റെ പ്രകാശം നീ കൊടുക്കണം. ഈശോ, നീ കൊടുക്കണം. നീ അവന്റെ ഒപ്പം നടക്കണം. നിങ്ങൾ വിശ്വസിച്ച് ഈശോ പറഞ്ഞില്ലേ, എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ലെന്ന്. പ്രിയപ്പെട്ട മക്കളെ, മാതാപിതാക്കളുടെ സങ്കടങ്ങൾ അനേകം കേൾക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് വീണ്ടും ഈ വചനം പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ തന്ന വചനമാണിത്. ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുക ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവന്റെ വെളിച്ചം. അത് നമുക്കുണ്ടാവണം. അത് നമ്മൾ എല്ലാ കാര്യം നമ്മളെല്ലാവരും വിട്ടുകളയും. ഈ ജീവന്റെ വെളിച്ചത്തിലൂടെ ഒരു യാത്ര ഈശോ നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നു. നമ്മളത് വിട്ടുകളയാണ് ഞാനും നിങ്ങളും. മറ്റു 2 വചനവും നമ്മൾ ഓർക്കും. പക്ഷെ എന്താണ് ഈ വിശ്വസിക്കുന്ന എനിക്ക് ജീവന്റെ വെളിച്ചം പകരാൻ പറ്റുന്നുണ്ടോ? ഇല്ലെങ്കിൽ എന്റെ വിശ്വാസത്തിൽ ഇനിയും ഞാൻ വളരേണ്ടതുണ്ട്. ഈ ഒരു വർഷത്തില് ഈ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടാകും. 3-ാമത്തെ വചനം ഒരു വ്യാഖ്യാനങ്ങളും ഇല്ലാതെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം 11-ാമത്തെ വചനം. ജെറമ്യ 29:11. 29:11 കർത്താവ് നമ്മളോട് എല്ലാമായിട്ട് വചനം പറയുന്നുണ്ട്. എന്താണ്? എനിക്ക് നിന്നെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട്, നിന്റെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതി, ശുഭമായ ഭാവിയും പ്രത്യാശയും തരുന്ന പദ്ധതി. പ്രിയപ്പെട്ടവരെ, ഈ 3 വചനങ്ങള് ഇന്ന് ഞാൻ നിങ്ങൾ ഏറ്റെടുക്കുക. ഈ 3 വചനങ്ങൾ ഈ പുതുവർഷം മുഴുവൻ എന്നെയും നിങ്ങളെ നയിക്കണം.
എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഈ 3 വചനങ്ങൾ ഈശോയുടെ കൃപയായി കടന്നു വരാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി സ്തുതിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ വചന ശുശ്രൂഷയുടെ പ്രധാന മേഖലയിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാ മക്കളും ഒന്ന് കണ്ണുകൾ അടച്ച് നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും ഈശോയുടെ കരങ്ങളിലോട്ട് കൊടുക്കും. ഒത്തിരി ഭാരപ്പെട്ട അവസ്ഥകളുണ്ട്, രോഗപീഠകളുണ്ട്, വലിയ ജപ്തിയുടെ വക്കി നിൽക്കുന്നവരുണ്ട്. കർത്താവെ, ഇവരെല്ലാം സമർപ്പിക്കുകയാണ് ഈശോയെ. കർത്താവെ, മുമ്പിൽ ഒരു വഴി കാണാതെ, ഒരു വീട് കണ്ടെത്താതെ, ഒരു ജോലി ഇല്ലാതെ ജീവിക്കുന്നവരൊക്കെ ഉണ്ട് ഈശോയെ. ഇവരെല്ലാം നിന്റെ കരങ്ങളിലേക്ക് വെക്കുകയാണ്. കർത്താവെ, ഞങ്ങൾക്ക് വേണ്ടി നീ ഇടപെടണം. നീ ഇടപെടുന്ന ഞങ്ങൾക്ക് കാണണം ഈശോയെ. ഈ പുതുവർഷത്തിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഒന്ന് സ്തുതിച്ച് എല്ലാ മക്കളും സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ഈശോയെ, നിന്റെ മക്കളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. അങ്ങ് ഞങ്ങളെ അറിയുന്ന ഞങ്ങൾ വിശ്വസിക്കുകയാണ് ഈശോയെ. അങ്ങ് ഞങ്ങളെ ഏറ്റെടുക്കുന്ന ഞങ്ങൾ വിശ്വസിക്കുകയാണ് കർത്താവെ. സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ, സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നന്ദി പറയുന്നു ഈശോയെ, നന്ദി പറയുന്നു ഈശോയെ, നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ ഈശോയെ നന്ദി, നന്ദി, നന്ദി. ഹല്ലേലൂയ ഈശോയെ നന്ദി. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വചനഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊളോസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വചനങ്ങളാണ്. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊളോസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വചനങ്ങൾ. വചനം ഞാനൊന്ന് വായിക്കാം. ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഉപുഷ്ടനായിരിക്കുന്ന ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുക. എന്നിട്ട് അടുത്ത വചനം പറയാണ്, ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല പ്രത്യുത ഉന്നതത്തിലുള്ളവയിൽ ശ്രദ്ധിക്കുവിൻ. എന്തെന്നാൽ നിങ്ങൾ മൃതരായിരിക്കുന്നു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ അവനോടുകൂടെ നിങ്ങളും മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടും. പ്രിയപ്പെട്ടവരെ, ഈ 4 വചനങ്ങളിൽ നിന്ന് കർത്താവ് നമ്മളോട് 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ പുതുവർഷത്തിൽ ആവശ്യപ്പെടുകയാണ്. 4 വചനങ്ങൾ, അതിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, നിന്റെ ജീവിതത്തിൽ നിന്റെ ജീവിതം നീ ഇപ്പൊ ചിന്തിക്കണം. നീ ആയിരിക്കുന്ന വ്യക്തി നിന്റെ ജീവിതത്തിൽ നീ ഒരു മുറിയായിട്ട് സങ്കല്പിക്കുക. ഞാൻ ഒരു മുറിയാണ്, ഈ ഒരു വലിയ മുറിയിലാണ് ഞാൻ. അപ്പൊ എന്റെ ജീവിതം പുതുവർഷത്തിലെ കാലെടുത്ത് വെച്ചിരിക്കുക. ഞാൻ ഈ ഒരു വചനം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നീ വചനം, കർത്താവ് തന്റെ വചനം യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം 3-ാമത്തെ വചനത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്ന വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കും. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ഞാനും നീയും എല്ലാം ഈശോയുടെ വിശുദ്ധി ആഗ്രഹിക്കുക. അപ്പൊ നമുക്കറിയാം, അനുനിമിഷം ഞാനും നീയും വിശുദ്ധീകരിക്കപ്പെടണം. ഞാൻ ഇപ്പൊ കുമ്പസാരിച്ചിട്ട് വന്നതാണെങ്കിലും എന്റെ ചിന്തയില്, എന്റെ വാക്കില്, എന്റെ പ്രവൃത്തിയിലൊക്കെ അശുദ്ധി കടന്നു വരുന്നു. അപ്പോൾ ഞാനൊന്ന് പറയുന്ന വ്യക്തിയെ ഒരു മുറിയായി സങ്കല്പിച്ച് ഞാനൊന്ന് മാറി നിന്ന് കാണുകയാണ്. വിശ്വാസത്തിലും വിശുദ്ധിയിലും വളരാൻ ആഗ്രഹിക്കുന്ന വ്യക്തി, മാമോദിസ സ്വീകരിച്ച് കത്തോലിക്ക വിശ്വാസിയായി മാറിയിരിക്കുന്ന വ്യക്തി, ബൈബിൾ വായിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി, ബൈബിൾ കുർബാനയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി, മാക്സിമം നമ്മൾ ട്രൈ ചെയ്തു. ഈ ഗ്രൂപ്പിൽ ഇരിക്കുന്ന എല്ലാവരും ആ മേഖലയായിരിക്കുന്നവർ. എന്നാൽ നീ മാറി നിന്ന് വീക്ഷിക്കാൻ പോവുക. അപ്പൊ നീ ഈ മുറിയിലേക്ക് പ്രവേശിക്കണം. നീ ആകുന്ന മുറിയിലേക്ക് നീ പ്രവേശിക്കുക. ഈ മുറിയിലേക്ക് നീ നോക്കുമ്പോ കർത്താവിന്റെ ജീവന്റെ വെളിച്ചം നിന്നിലുണ്ടെങ്കിൽ നിനക്ക് കാണാൻ പറ്റും ആ മുറി ഹൗ ടു ബി ക്ലീൻഡ്. ഈ മുറി എനിക്ക് ക്ലീൻ ചെയ്യേണ്ടിയിരിക്കുന്നു. ഞാനെന്ന വ്യക്തി ക്ലീൻ ആക്കപ്പെടണം. കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുക. ഞാൻ ഈ പുതുവർഷത്തിന്റെ ആരംഭത്തിൽ മാറി നിന്ന് നോക്കിക്കാണുകയാണ്. അപ്പോൾ എനിക്കറിയാം, ഞാൻ ഇനിയും ക്ലീൻ ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇനിയും ഞാൻ തുറന്ന് വിശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട്. അതാണ് ഈ പുതുവർഷത്തിൽ എന്റെയും നിന്റെയും ജീവിതത്തിൽ ഒന്നാമത്തെ ചിന്ത. എപ്പോഴും എന്റെ ജീവിതത്തിന്റെ
ഓരോ അണുവിലും ഞാൻ ചിന്തിക്കണം, ഞാൻ ഇനിയും വിശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട്, ഇനിയും ഞാൻ വിശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട്. ഇത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കടന്നു വരികയാണ്. അപ്പൊ ഞാനാകുന്ന ഈ മുറി ഞാൻ ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. അപ്പൊ നീ നിന്റെ മുറി, നിന്റെ ജീവിതത്തെ ഒന്ന് ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഞാൻ എന്നിലേക്ക് നോക്കുമ്പോ എനിക്ക് ക്ലീൻ ചെയ്യപ്പെടണം. പക്ഷേ ഈ മുറി ഞാൻ ക്ലീൻ ചെയ്യുമ്പോ കുറച്ച് കാര്യം എനിക്ക് അതായത് ദൈവത്തിൽ നിന്ന് എന്നെ അകറ്റുന്നത് മാത്രം ഞാൻ കളഞ്ഞാൽ മതി. അപ്പൊ സംതിങ് ഞാൻ കുറച്ചെടുത്തു മാറ്റണം. ഒന്നാമത്തെ കാര്യം എന്താ? ചില കാര്യങ്ങൾ ഞാൻ എടുത്തു മാറ്റണം. ഒന്നതാണ്, സം തിങ്സ് ഐ ഹാവ് ടു റിലീസ്. ഞാൻ മാറ്റി വെക്കണം. ചിലത് ഞാൻ എടുത്ത് കംപ്ലീറ്റ് ആയിട്ട്, ഈ മുറി വിശുദ്ധി ആയിരിക്കണമെങ്കിൽ ഈ മുറിയിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ഞാൻ എടുത്ത് മാറ്റി വെക്കണം. രണ്ടാമത് എന്താണ്? ഞാൻ ഈ മുറി മൊത്തം, ഞാനാകുന്ന മുറിയെ പരിശോധിക്കുമ്പോ ഈ മുറിയിൽ ചില കാര്യങ്ങൾ എനിക്ക് നിലനിർത്തേണ്ടതുണ്ട്. ഞാനെന്ന വ്യക്തിയിൽ ചില നന്മകളുണ്ട്, അത് ഞാൻ പറിച്ചു കളയേണ്ട കാര്യമില്ല. അപ്പൊ എനിക്ക് ഈ തിങ്സ് എല്ലാം റീറ്റെയിൻ ചെയ്യണം. അപ്പൊ എന്റെ മുറി ഞാൻ വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുക. ഞാനെന്ന വ്യക്തി ഞാൻ വിശുദ്ധീകരിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ എടുത്തു മാറ്റേണ്ടതുണ്ട്. നമുക്കറിയാം, നമ്മളൊരു വീട് ക്ലീൻ ചെയ്യണം, ഒരു ഗസ്റ്റ് വരാൻ പോവാണ്. ആ ഗസ്റ്റ് വരുമ്പോ അവിടെ ഇരിക്കുന്ന ആ കട്ടില് കുറെ ബെഡ് ഉണ്ട്, കുറെ തുണി കുമ്പാരം ഉണ്ടെങ്കിൽ ബെഡും കട്ടിലും ഞാൻ എടുത്തു മാറ്റില്ല. മറിച്ച് എന്ത് ചെയ്യും? അവിടെ ഇട്ടിരിക്കുന്ന ഈ അസ്വസ്ഥപ്പെടുത്തുന്ന അല്ലെങ്കിൽ ചീഞ്ഞു നാറിയ കുറെ തുണികളും മോശപ്പെട്ട കാര്യങ്ങളെല്ലാം എടുത്തു മാറ്റി ബെഡും കട്ടിലും ഞാൻ വിരിച്ച് വൃത്തിയാക്കും. അപ്പൊ എനിക്ക് ചില കാര്യങ്ങള് എന്റെ ഉള്ളിൽ റീറ്റെയിൻ ചെയ്യാനുണ്ട്, കുറെ കാര്യങ്ങൾ എനിക്ക് മാറ്റാനുണ്ട്. നമ്മളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട 3 കാര്യങ്ങൾ. ഒന്ന്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ എടുത്ത് മാറ്റാനുണ്ട്. 2, എനിക്ക് കുറെ കാര്യങ്ങൾ എന്നിൽ റീറ്റെയിൻ ചെയ്യാനുണ്ട്. എല്ലാരും പറയല്ലോ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ മാറണം. എന്താണ്? എങ്ങനെയാണ് ഈ മാറ്റം നടക്കേണ്ടത്? നിങ്ങൾക്കൊരു മാനസാന്തരം ഉണ്ടാകണം. ഈ മാനസാന്തരം എന്താണ്? എന്നിൽ ദൈവം നിക്ഷേപിച്ച നന്മകൾ റീറ്റെയിൻ ചെയ്തുകൊണ്ട് കർത്താവിൽ നിന്ന് എന്നെ അകറ്റുന്നതെല്ലാം ഞാൻ ഇങ്ങനെ മാറ്റിവെക്കണം. വീണ്ടും അടുത്തൊരു കാര്യമാണ്, ഞാനെന്ന വ്യക്തിയെ ഞാൻ മാറ്റാൻ ശ്രമിക്കുമ്പോൾ എന്റെ ചില സ്വപ്നങ്ങളുണ്ട്, എന്റെ ജീവിതത്തിലെ ചില ആഗ്രഹങ്ങളുണ്ട്, ചില ദൈവിക സ്വപ്നങ്ങളുണ്ട്. അതിനെ ഞാൻ ഓർക്കണം. എന്ന് പറയാൻ എന്താണ്? എന്റെ ജീവിതത്തിൽ ഈ മുറി എനിക്ക് കിട്ടി. ഈ മുറിയിൽ ചിലപ്പോൾ ഞാൻ ചില കാര്യങ്ങൾ അടുക്കി പെറുക്കുമ്പോ എനിക്ക് തോന്നുവാണ് എന്റെ പപ്പായും അമ്മയും ഒരുമിച്ച് ഞാനും അവരുടെ മടി കയറിയിരിക്കുന്ന ഒരു ഫോട്ടോ വെച്ചിരിക്കുക. അപ്പൊ ക്ലീൻ ചെയ്യാൻ വരുമ്പോ ഞാൻ ഒരു കാരണവശാലും ആ ഫോട്ടോ എടുത്ത് മാറ്റില്ല. കാരണം അത് എന്റെ ഓർമ്മയാണ്. ഇത്രയും പ്രായമായെങ്കിലും എന്റെ ഓർമ്മയാണത്, ഞാൻ ഒരിക്കലും മാറ്റില്ല. അതുപോലെ ഞാൻ സിസ്റ്റർ ആയപ്പോ ഞാൻ എഴുതി വ്രതക്കടലാസ് എന്റെ മുറി വെച്ചിട്ടുണ്ട്. ഒരു അതിഥി വരുന്നത് പറഞ്ഞ് ഞാൻ മുറി അടിച്ചു മാറ്റി ഒരിക്കലും മാറ്റിക്കളെ. കാരണം അത് എന്റെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ഓർമ്മകളാണ്. അപ്പോൾ എന്നെ മാറ്റുക എന്ന് പറയുമ്പോ ഞാനെന്ന വ്യക്തി എന്നിലുള്ള തിന്മയുടെ മുഷിഞ്ഞ വശങ്ങളെ ചില കാര്യങ്ങൾ എടുത്തുകളയും, ചില കാര്യങ്ങൾ റീറ്റെയിൻ ചെയ്യും, ചില കാര്യങ്ങൾ എന്റെ ഓർമ്മകള്, എന്റെ സ്വപ്നങ്ങള്, എന്റെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളെ ഞാൻ ഓർമ്മിച്ച് സൂക്ഷിച്ചു നിൽക്കും. അതാണ് പ്രിയപ്പെട്ട ക്ലീനിങ് കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന കാര്യം. അതാണ് എന്റെ ജീവിതത്തിൽ ക്ലീൻ ചെയ്ത് ദൈവം ഇറങ്ങി വരണമെങ്കിൽ ആദ്യം നടപ്പാക്കേണ്ട കാര്യമാണ് ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യം. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇനി എന്തൊക്കെയാണ് ഞാൻ റിലീസ് ചെയ്ത് കളയേണ്ടത്? എന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയേണ്ടത് എന്താണ് ഞാൻ റീറ്റെയിൻ ചെയ്യേണ്ടതിന് വളർത്തി കൊണ്ടുവരേണ്ടത് എന്താണ് ഞാൻ ഓർമ്മിച്ചെടുക്കേണ്ടത്? അതാണ് വിശുദ്ധ പൗലോസ്ലീഹ കൊളോസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ ഈ വചനത്തിൽ പറയുക. അതിൽ 1-ാമത്തെ വചനത്തിന്റെ ആദ്യ ഭാഗമാണ് ഇവിടെ വായിക്കുക. ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കും. 2 വചനങ്ങളായിട്ട് നമുക്ക് അതിനെ വ്യാഖ്യാനിക്കാം. ഫസ്റ്റ് 1a എടുക്കുകയാണ്. ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ, റൈസ് വിത്ത് ക്രൈസ്റ്റ്. ക്രിസ്തുവിനോടൊപ്പം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്റെ ഫൗണ്ടേഷൻ അതാണ് പ്രിയപ്പെട്ടത്. ഞാനെന്ന് പറയുന്ന വ്യക്തിയുടെ അടിസ്ഥാനം അതാണ്. ക്രിസ്തുവിനോടൊപ്പം, ക്രിസ്തുവിൽ. പ്രിയപ്പെട്ടവർ, ഈ ഒരു ചിന്ത നമുക്കുണ്ടാവണം. ഇത് ഞാൻ റീറ്റെയിൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്റെ ജീവിതത്തില് ഒന്നാമതായി ഞാൻ എന്തൊക്കെ നേടിയാലും, എത്ര വലിയ ഉന്നതങ്ങളിലേക്ക് ഞാൻ യാത്ര ചെയ്താലും, എത്ര പേരുടെ കയ്യടി നേടിയാലും, എന്റെ മകൻ പഠിച്ച് MBBS പാസ്സായി അതിനേക്കാൾ ഉപരി അവൻ വലിയൊരു സ്പെഷ്യലിസ്റ്റ് ആയി മാറിയാലും അവന്റെ ലൈഫിന്റെ ഫൗണ്ടേഷൻ എന്താണ്? റൈസ് വിത്ത് ക്രൈസ്റ്റ്. യേശുവിലാണ് അവൻ ഉയർപ്പിക്കുക. ഈ ഫൗണ്ടേഷൻ, ഇതിനെക്കുറിച്ചൊരു അവയർനെസ്, ഇതാണ് വളർച്ച. ക്രിസ്ത്യൻ യൂത്തിലുള്ള വളർച്ച അതാണ്. നമ്മൾ ഈ പുതുവർഷത്തെ കാലെടുത്ത് വെച്ചു. പലരോടും ഞാൻ ചോദിക്കാം, നിങ്ങൾ ഈ പുതുവർഷത്തെ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്? എല്ലാവരും പറഞ്ഞു, സിസ്റ്ററെ എന്റെ കൊച്ചു കല്യാണം കഴിച്ച് അവക്കൊരു കുഞ്ഞുണ്ടാകുന്നത് കണ്ടിട്ട്
എനിക്ക് മരിച്ചാൽ മതി. അപ്പൊ പുതിയ വർഷത്തിൽ നമ്മുടെയൊക്കെ ആഗ്രഹങ്ങൾ എന്താണ്? ഈ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ കിടക്കുകയാണ്. അപ്പൊ കർത്താവ് പറയാണ്, നീ ഉയർപ്പിക്കപ്പെട്ട ആരുടെ കൂടെയാ? ക്രിസ്തുവിന്റെ കൂടെയാ. അപ്പൊ ഇതാണ് നിന്റെ ഫൗണ്ടേഷൻ. നിന്റെ ചിന്ത ഇവിടെ നിൽക്കണം. നിന്റെ ചിന്ത ലോകത്തിൽ കിടക്കുക. വാക്ക് വിത്ത് ക്രൈസ്റ്റ്. നീ യേശുവിന്റെ കൂടെ നടക്കണം. യേശുവിന്റെ കൂടെ നടക്കാതെ ലോകത്തിന്റെ കൂടെ നടക്കുമ്പോ നിന്റെ ഒപ്പം നിൽക്കുന്ന പലതിനെയും നിനക്ക് കാണാൻ ശ്രമിക്കുകയാണ്. നീ അവരിലേക്ക് നോക്കിയാണ്, ആ മോഹത്തിലേക്ക് നോക്കിയാണ്, ആ പണത്തിലേക്ക് നോക്കിയാണ്, ആ തിളക്കത്തിലേക്ക് നോക്കിയാണ്. കർത്താവിന്റെ ക്രിസ്തുവിനോടൊപ്പം. പ്രിയപ്പെട്ടവരെ, വാക്ക് വിത്ത് ക്രൈസ്റ്റ്. ഈ ഒരു അവയർനെസ് എനിക്കില്ലെങ്കിൽ ഞാൻ യേശുവിന്റെ ഒപ്പം നടക്കില്ല. യേശുവിന്റെ ഒപ്പമാണെന്ന് ഞാൻ പറഞ്ഞു വെക്കും, ഞാൻ യേശുവിന്റെ മണവാട്ടിയാണെന്ന് പറഞ്ഞു വെക്കും. പക്ഷെ എന്റെ യാത്രയിൽ അനുദിനം ഞാൻ അവയർ ആകേണ്ടത് ഈ ഒരു ഫൗണ്ടേഷനിലാണ്, ഈ ഒരു ബേസിക് ലെവലിലാണ് പ്രിയപ്പെട്ടവരെ ഞാൻ അവയർ ആകേണ്ടത്. ഞാൻ ചിന്തിക്കേണ്ടത് ആ ഒരു ലെവലിലാണെന്നാണ് ഒന്നാമത്തെ വചനം നമ്മളോട് പറയുക. നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു അവയർനെസ് കർത്താവിന്റെ കൂടെ നിൽക്കുമ്പോൾ നമുക്ക് ഇത് റീറ്റെയിൻ ചെയ്യുക, ഇത് വളർത്തുക. ഇത് ഞാനിങ്ങനെ എപ്പോഴും എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ധ്യാനിക്കണം. ഇന്നിപ്പോ നമ്മൾക്കറിയാം, നമ്മുടെ യൂത്തിനൊന്നും ഒരു ചിന്ത പോലുമില്ല, പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമില്ല. അവരുടെ ലൈഫില് ഇതിനൊന്നും ഒരു സ്ഥാനമില്ല. പ്രാർത്ഥിക്കാനോ പള്ളിയിൽ പോകാനോ ഒന്നിനും എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് ആളുകളോട് സംസാരിക്കുമ്പം മനസ്സ് ഭാരപ്പെടുകയാണ് പ്രിയപ്പെട്ടവരെ. എന്തിനു പള്ളിയിൽ പോകണം, പ്രാർത്ഥിക്കണം. കഴിഞ്ഞ കാലത്തിന്റെ ചില ഓർമ്മകളുമായി ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ കർത്താവിൽ നിന്ന് ഒരുപാട് ദൂരെ അകന്നു പോകുന്ന ഒരവസ്ഥ പ്രിയപ്പെട്ടവരെ ഞാൻ കാണുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഈ വചനം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുക. നമ്മുടെ മക്കളിൽ ഈശോ ചേരണം, ഈശോ കൂടെ ഉണ്ടാകണം. എന്റെ അടുത്ത വചനം പറയാണ്, ഇപ്പൊ ഇത് അതായത് ഈശോ പറഞ്ഞത് എന്താണ്? അതായത് ഇത് നിന്റെ ഒരു സാധ്യതയാണ്. നീ ക്രിസ്തുവിനോടൊപ്പം യാത്ര ചെയ്യുക എന്നുള്ളൊരു സാധ്യതയാണ്. ഇതൊരു സ്റ്റേറ്റ്മെന്റ് അല്ല. ക്രിസ്തുവിനോടൊപ്പം ഉയർപ്പിക്കപ്പെട്ടു, നമ്മൾക്ക് ഉയർപ്പിക്കപ്പെട്ടു, ഇത്രയേ ഉള്ളൂ. നമ്മൾ എത്രയോ തവണ ഈ വചനം വായിച്ചു, പക്ഷെ ഈ വചനം വായിച്ച് കടന്നു പോകുമ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് തോന്നിയാണ്. നോ സ്റ്റേറ്റ്മെന്റ്, ഇറ്റ്സ് എ പോസിബിലിറ്റി. ഞാനും നിങ്ങളും എത്തിച്ചേരേണ്ടത്, തീരേണ്ട ഒരു സാധ്യതയുണ്ടല്ലോ. എന്റെ സ്പിരിച്വാലിറ്റിയുടെ ലെവലാണ് കർത്താവിന്റെ ഈ വചനത്തിലൂടെ ഈശോ നമ്മളോട് പറയുന്നത്. നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ആണ്, എന്റെ ആത്മീയ സ്ഥിതിയാണ് എന്ന് പറഞ്ഞാൽ ഗലാത്തി 2:20 ഞാൻ പലതവണ വചന ധ്യാനത്തിലൂടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഗലാത്തി 2:20 പൗലോസ് ശ്ലീഹ പറഞ്ഞു, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു, ഇനിമേൽ ഞാനല്ല ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഈ ഒരു സാധ്യതയിലേക്കാണ് ഈ പുതുവർഷത്തിൽ നമ്മൾ എത്തിച്ചേരേണ്ടത്. അപ്പോൾ എന്റെ ഈ ഒരു അവയർനെസ്, ഞാൻ ക്രിസ്തുവിനോടൊപ്പമാണെന്നുള്ള ഒരു അവയർനെസ് ആണ് എന്റെ ജീവിതത്തിൽ ഒന്നാമതായി ഞാൻ നിലനിർത്തേണ്ടത്. നമ്മൾ കാര്യം പറഞ്ഞാൽ ഒത്തിരി പ്രാർത്ഥിക്കും. ഒരിക്കലും നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഒരു വീട്ടിൽ കയറി ചെന്നപ്പോ ആ ചേട്ടനും ചേച്ചി മക്കള് പൊന്നോമനാണ്, നല്ല മിടുക്കൻ യൂത്ത് ചെറുക്കന്മാരാ. പക്ഷെ അപ്പനോ അമ്മയും പറയുന്ന അപ്പുറത്തേക്ക് ഒന്നുമില്ല, നല്ല മിടുക്കര്, വിശ്വാസമുള്ള കുടുംബക്കാരാ. പക്ഷെ ചേട്ടനോട് പറഞ്ഞു, സിസ്റ്ററെ എന്റെ ഭാര്യ ഒത്തിരി പ്രാർത്ഥിക്കും, പക്ഷെ ഒരു പ്രശ്നമുണ്ട്, അവൾ എല്ലാ ദിവസവും നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു കഴിഞ്ഞ് പകല് കിടക്കേണ്ട സമയത്ത് ഈ 5 ദിവസത്തെ നൈറ്റ് ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടുള്ള സീരിയൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അവൾ ഉറങ്ങില്ല പകല് കിടന്ന്. ഈ സീരിയൽ ഇവൾ കാര്യം പറഞ്ഞ ഇവൾ ഭയങ്കര പ്രാർത്ഥനക്കാരിയാണ്. ആ സ്ത്രീ എന്റെ കൈ ഇങ്ങനെ കൂട്ടിച്ചേർത്ത് പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു, സിസ്റ്ററെ ഈ ഒരു വലിയ ബലഹീനത. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങൾ ചുമ്മാ വായിക്കുന്ന സ്റ്റേറ്റ്മെന്റിലാണ് വചനം വായിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് മാറണം, മാറിയേ പറ്റൂ. നമ്മുടെ ജീവിതത്തിലെ പല മേഖലകളിൽ നമുക്ക് മാറേണ്ടതുണ്ട്. പല കാര്യങ്ങൾ നമ്മളിലേക്ക് ഒരിക്കലും നോക്കുന്നില്ല. നമ്മൾ എപ്പോഴും മറ്റുള്ളവരിലേക്ക് നോക്കിയാണ്. ഈ പുതുവർഷമെങ്കിലും നമുക്കറിയാലോ മക്കളെ, ഏതെല്ലാം തലങ്ങളിലെ പ്രശ്നങ്ങളിലൂടെ കടന്നുപോകും. ലോകം പാപത്തിന്റെ പിടിയിലേക്ക് അമരുന്ന ഒരു തലത്തിലാണ്. അനേകം പ്രശ്നങ്ങൾ സഭയിലെ ചുറ്റുപാടുകളെല്ലാം ഉണ്ട്. ഈശോ നിന്നോട് പറയുകയാണ്, നിന്റെ വിശുദ്ധി എത്ര മാത്രമുണ്ട്. അവരെന്ത് ചെയ്തു എന്നുള്ളതല്ല, അവർക്ക് രണ്ടെണ്ണം കൊടുത്ത് സമാധാനിക്കുന്നതിലല്ല, എന്റെ വിശുദ്ധി അത് എത്ര മാത്രമാണ്. ഈശോയിലേക്ക് മാത്രം നോക്കുന്ന, യേശുവിന്റെ കൂടെ മാത്രം യാത്ര ചെയ്യുന്ന ഒരു പോസിബിലിറ്റി നിന്നിലുണ്ടെന്ന് ഈശോ വചനം പറഞ്ഞു വെക്കുകയാണ്. അതാണ് ഈശോ നമ്മളോട് പറയുന്ന ഒരു കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, ഈ 3-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ വചനത്തിൽ 2-ാം ഭാഗമാണ് പറയാൻ പോകുന്നത്. ഒന്നെന്റെ സാധ്യതയാണ് കേട്ടോ, വാക്ക് വിത്ത് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ കൂടെ ഒരു യാത്ര. അടുത്ത സാധ്യത എന്താണ്? ദൈവത്തിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുന്നു. ഫോക്കസ് എവിടെയാണ്? എന്റെ ഫോക്കസ് എനിക്ക് മുകളിൽ നിൽക്കുന്ന എന്റെ ദൈവത്തിലേക്ക് ഫോക്കസ് ചെയ്യണം. ഈ ഒരു ഫോക്കസ് ആണ് രണ്ടാമത്തെ കാര്യം. ഞാൻ ഫോക്കസ് ചെയ്യേണ്ട, അറ്റൻഷൻ ടു അവർ ഫോക്കസ്.
നമ്മുടെ ഫോക്കസ് എവിടെയാണെന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു തലമാണ്. അപ്പൊ എന്റെ ജീവിതത്തില് ഈ ലക്ഷ്യം, ഞാൻ എന്താണ് പ്രിയപ്പെട്ട ലക്ഷ്യം വയ്ക്കുക? എനിക്കറിയാം നിങ്ങൾ എല്ലാ കുടുംബവും നയിക്കുന്നവരാണ്. ഒത്തിരി വിഷമങ്ങള്, നിയോഗങ്ങള്, പ്രാർത്ഥനകളുണ്ട്. പക്ഷേ പലരും, ഞാൻ ഇത്രയും നമ്മളെല്ലാ ദൂരെ വചന പ്രഘോഷകരുണ്ട്, എത്രയോ വചനങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്, എല്ലാം ഉണ്ടെങ്കിലും നമ്മളെല്ലാവരും നമ്മുടെ ഭൗതികതയിലാണ് ആദ്യം നമ്മുടെ പ്രാർത്ഥന എത്തിച്ചേരുന്നുള്ളൂ. അതുപോരാ. ആ ഭൗതികതയുടെ മറ പൊട്ടിച്ച് അതിന്റെ ഉള്ളിലേക്ക്, എന്റെ സ്പിരിച്വാലിറ്റിയുടെ ആഴത്തിലേക്ക്, എന്റെ ഈശോയിലേക്ക് ഒന്ന് ലക്ഷ്യം വെക്കാൻ നമുക്ക് പറ്റുന്നുണ്ട്. ഈ പുതുവർഷത്തില് നിങ്ങൾ അനേകരോട് പ്രാർത്ഥന ചോദിക്കുകയല്ലേ? നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഒന്നാമത്തെ നിയോഗം ഇതായിരിക്കണം: ഈശോയെ, നീ എന്നെ കൂടുതൽ നിറയണം, എന്റെ മക്കളില് ഈശോ കൂടുതൽ നിറയണം. അത് കഴിഞ്ഞ് മതി പ്രിയപ്പെട്ടവരെ. വചനം പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ആദ്യം കൊടുത്ത രാജ്യവും. ഇതെല്ലാം കേട്ട് മടുത്ത നമ്മുടെ വചനത്തിന് ഒരു ക്ഷാമമില്ല, നമുക്ക് ഇതെല്ലാം കേൾക്കുകയാണ്. പക്ഷെ നമ്മുടെ ജീവിതത്തില് ഈ ഒരു മാറ്റം, ഈശോയെ അതെനിക്ക് തരണേ, എന്റെ ജീവിതത്തിൽ നീ അത് എനിക്ക് തരണേ എന്ന വചനം പറയും. കൊളോസോസ് 3:10 കർത്താവ് പറയാണ്. എങ്ങനെയാണ് ഈ ഒരു ഫോക്കസിലേക്ക് നമ്മൾ എത്തുക? ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്: സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സ്രഷ്ടാവിന്റെ പ്രതിച്ഛായയ്ക്ക് അനുസൃതമായി നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡീപ് നോളജ് അബൌട്ട് ജീസസ്. ഈശോയെ കുറിച്ച് കൂടുതൽ അറിയുക, കൂടുതൽ ജ്ഞാനം സമ്പാദിക്കുക. പുതുവർഷത്തില് എന്റെ ഈശോയെ കുറിച്ച് കൂടുതൽ 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 ഞാൻ ജ്ഞാനം സമ്പാദിക്കണം. ഡീപ് നോളജ് വേണം എന്റെ ഈശോയെ കുറിച്ച് എനിക്ക്. ഈ ഒരു ഫോക്കസിലേക്ക് നമ്മൾ എത്തുക എന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ പറഞ്ഞു, നമ്മൾ ഇത് വായിച്ചു. ഈ ഒരു ഫോക്കസ് ചുമ്മാ എത്തില്ല പ്രിയപ്പെട്ടവരെ. ഈശോയെ കുറിച്ച് അറിയണം, കൂടുതൽ കൂടുതൽ ജ്ഞാനം സമ്പാദിക്കണം. ഈ അല്പജ്ഞാനമുള്ളത് കൊണ്ടാണ് ഇന്ന് പലരും പറയുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ താഴോട്ട് പോകും. ഒരാളുടെ ഒരു വാക്ക് മതിയല്ലോ എന്നെ നിങ്ങളെ തളർത്തി കളയാൻ. നമ്മൾ എപ്പോഴും പറയും, ലോകാവസാനം പറയാൻ നിങ്ങളോട് കൂടെയുണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഈ വചനം അറിയാം. ഞാൻ ഭയപ്പെടുകയല്ല, കർത്താവ് എന്റെ കൂടെയുണ്ട്. പക്ഷേ ജീവിതത്തിലൊരു സങ്കടം വന്നു കഴിയുമ്പോ കണ്ണ് നിറഞ്ഞ് കരയുന്ന, പരാതിപ്പെടുന്ന, പ്രതികരിക്കുന്ന വ്യക്തിത്വങ്ങളായി നമ്മൾ മാറുകയാണ്. അപ്പോൾ ഈ നോളജ്, യഥാർത്ഥ നോളജ് ക്രിസ്തുവിനെ കുറിച്ച് നമുക്കില്ല. അവനിൽ ഫോക്കസ് സമ്പാദിക്കണമെങ്കിൽ ഈ ഒരു നോളജ് നമുക്കുണ്ടാവണം. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി ഈശോ പറയുന്ന രണ്ടാമതൊരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ ഒരു വിശുദ്ധി നിറഞ്ഞ ലൈഫ് ഉണ്ടാവണം. അത് നിങ്ങൾ പിന്നെ വായിച്ചാൽ മതി. കൊളോസ്യരുടെ ലേഖനം 3:5 മുതൽ 10 വരെയുള്ള വചനങ്ങളിൽ വിശുദ്ധിയുള്ള ഒരു ജീവിതം ഉണ്ടാവണം. ഈ ഫോക്കസിലേക്ക് എത്താൻ വിശുദ്ധിയുള്ള ഒരു ജീവിതം ഉണ്ടാകണം. മൂന്നാമത്തെ കാര്യം എന്താണ് പറയുക? ഒത്തിരി നന്മകൾ നമ്മളിൽ ഉണ്ടാവണം. ഒരുപാട് നന്മകൾ ഉണ്ടാവണം. ഇപ്പൊ ഒരു പക്ഷെ ഇവിടെ ഇന്ത്യയിൽ വൈകുന്നേരമായി, ഇവിടെ UK ഉച്ചയാകുന്നതേ ഉള്ളൂ. ഒരുപാട് നിങ്ങളൊന്ന് ചിന്തിച്ചേ, നേരം എടുത്ത് ഇത്രയും നേരമായി എത്ര നന്മ ചെയ്യാൻ പറ്റി? എത്ര നന്മ നമുക്ക് ചെയ്യാൻ പറ്റി? അത് അവന് വേണ്ടി ചെയ്യുന്ന ഫ്രാൻസിസ് അസീസി കുഷ്ഠരോഗിയെ കെട്ടിപ്പിടിച്ചതാണ് നന്മ. അതുപോലെ മുറിപ്പെടുന്നവരെ, ഇഷ്ടമില്ലാത്തവരെ മാറ്റി നിർത്തുന്ന ഒരു നന്മ. പ്രഭാതത്തിൽ എഴുന്നേറ്റപ്പോൾ ഒരുപക്ഷെ ഭർത്താവ് ഒരുപാട് ദേഷ്യപ്പെട്ടപ്പോ ഏത് മനസ്സോടെ ചായ ഉണ്ടാക്കാൻ പോയത്? ഞാൻ ചിന്തിക്കണം, എന്ത് ദൈവിക നന്മയാണ് എന്നിലുണ്ടായത്. എന്റെ സഹോദരങ്ങളുടെ അടുത്ത് ഞാൻ ചെന്നപ്പോ അവരോടുള്ള എന്റെ മനസ്സിന്റെ അവസ്ഥ എന്താണ് പ്രിയപ്പെട്ടത്? നമ്മൾ ചിന്തിക്കേണ്ടതാണ്. കാരണം ഞാൻ ഇന്ന് ഇവിടെ ഇരുന്ന് എന്നെ കുറിച്ച് ഞാൻ ചിന്തിക്കുക. ചില വ്യക്തികൾ സംസാരിച്ചപ്പോ, ചില കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോ എന്നോട് ചോദിച്ചു, സിസ്റ്ററെ അവിടെ സിസ്റ്റർ ഒരു യാത്ര ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്കറിയാം, എനിക്ക് വേദന കിട്ടിയൊരു സ്ഥലമാണത്. അപ്പൊ ഞാൻ പെട്ടെന്ന് പറഞ്ഞു, ഞാൻ പോകുന്നില്ല, കാരണം ഞാൻ നാട്ടിൽ വന്നിരിക്കുക, പോകുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, ഞാൻ പോകുന്നില്ല. അവര് പിന്നെ പോകണമെന്ന് നിർബന്ധിച്ചില്ല, കാരണം അവർക്കറിയാം എനിക്കതൊരു വിഷമമാണ്, ആ സ്ഥലത്തോട്ട് എത്താൻ ഇഷ്ടമില്ല. പക്ഷെ അവര് പോയി കഴിഞ്ഞപ്പോ എന്റെ മനസ്സിൽ വരികയാണ്, ഞാൻ ചെയ്തത് ശരിയല്ല, ഞാൻ പറഞ്ഞത് ശരിയല്ല. ഞാൻ വചനം പറയാൻ ഒരുങ്ങുന്ന വ്യക്തിയായ എന്റെ ജീവിതത്തില് എന്നെ മുറിപ്പെടുത്തി എന്ന് വിചാരിച്ച് ഞാൻ അകറ്റി നിർത്തുന്നുണ്ടെങ്കിൽ അതെന്നിലെ നന്മയല്ല പ്രിയപ്പെട്ടവരെ. അത് ദൈവികമായ നന്മയല്ല, മറിച്ച് ഈവിൾ സ്പിരിറ്റിന്റെ ആക്ഷനായി എന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഞാൻ എന്നും നിങ്ങളോട് ഈ വചന ശുശ്രൂഷയിൽ 7 ആഴ്ചയായി പറയുമ്പോ ഒരു പരിധിവരെ ഞാൻ പറഞ്ഞു വെച്ചുള്ള ഒറ്റ കാര്യമുള്ളൂ: നിങ്ങൾ ആരെയും നോക്കണ്ട, ഈശോ നിങ്ങളിലേക്ക് നോക്കുമ്പോ ഈശോയ്ക്ക് കൊടുക്കാൻ എന്നിൽ എന്തുണ്ട് പ്രിയപ്പെട്ടവരെ? നമുക്കറിയാമല്ലോ, ആ ചുങ്കക്കാരൻ ആ ദേവാലയത്തിൽ പോയി നിന്ന് പ്രാർത്ഥിച്ചു. പരിസരയിലേക്ക് നോക്കിയപ്പോ ഒത്തിരി കാര്യങ്ങൾ കണ്ടു. പക്ഷെ ഈശോ അവനിൽ ഒന്നും കണ്ടില്ല. ചുങ്കക്കാരൻ പറഞ്ഞു, കർത്താവേ, എന്നിൽ ഒന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല, ഞാനൊരു പാപിയാ ഈശോയെ, എന്നിൽ ഒന്നുമില്ല കർത്താവേ. ചങ്കത്തടിച്ച് കരഞ്ഞപ്പോ ഈശോ അവനിൽ
ഈശോയെ കണ്ടു പ്രിയപ്പെട്ടു. ഈശോ കണ്ടു അവനിൽ എന്തുണ്ടെന്ന്, തനിക്ക് വേണ്ടി എന്തുണ്ടെന്ന് ഈശോ കണ്ടു. ഞാനും നിങ്ങളും ഈ ഒരു പാത, ഈ വിശുദ്ധിയുടെ ദൈവിക നന്മകൾ നിറഞ്ഞ ഒരു പാത നമുക്കുണ്ടാകണം. അപ്പൊ ഈശോ നമ്മുടെ കൂടെ ഇരിക്കും, ഈശോ നമ്മുടെ ഒപ്പം നിൽക്കും, ഈശോ നമ്മളോട് കൂടെ ഉണ്ടെന്ന് ഒരു ബോധ്യം നമ്മുടെ ചെവിയിൽ ഈശോ മന്ത്രിക്കും. നീ വിഷമിക്കണ്ട. കണ്ണുനീരുകൾക്കിടയിൽ നിന്ന് അവനെ കാണാൻ പറ്റും. സങ്കീർത്തനം 16:8, ഞാൻ ചഞ്ചലചിത്തനാകാതിരിക്കാൻ അവിടുന്ന് എന്റെ വലതുഭാഗത്തുണ്ട് എന്റെ കർത്താവ്. ഈ ഒരു ചിന്തയാണ് ഈ ദൈവിക നന്മകൾ. ഈ ഫോക്കസ് എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു, ഡീപ് നോളജ്. 2, വിശുദ്ധി നിറഞ്ഞ ഒരു ജീവിതം. 3, ഒരുപാട് നന്മകൾ എന്നിലുണ്ടാവണം എന്ന് പറഞ്ഞ ഞാൻ പോയി ഒരാൾക്ക് കുറച്ച് ചോറ് വിളമ്പി കൊടുത്തു, ആ നന്മയെ കുറിച്ചല്ല ഞാൻ എളുപ്പമാ, അതൊന്നുമല്ല ഞാൻ പറയുന്നത്. എന്റെ മനസ്സിനെ ഹത്യ ചെയ്യുന്ന, എനിക്കിഷ്ടമില്ലാത്ത ദേശത്തേക്ക്, ഇഷ്ടമില്ലാത്ത വ്യക്തികളുടെ അടുക്കലേക്ക് ചെന്ന് അവരെ കെട്ടിപ്പിടിക്കുന്ന ഒരു ദൈവിക നന്മ അതിന് രൂപപ്പെടണം. നിങ്ങൾ എല്ലാവരും അതിനു വേണ്ടി ശ്രമിക്കണം. അതാണ് നമ്മൾ ഇന്ന് ഈശോ ആവശ്യപ്പെടുക. മറ്റൊരു കാര്യമാണ് ഈ ഫോക്കസ് ഉണ്ടാകാൻ എഫക്റ്റീവ് ആയിട്ടുള്ള പ്രയർ ലൈഫ് നമുക്കുണ്ടാവണം. നിരന്തരം പ്രാർത്ഥിക്കുന്ന ഒരു പ്രയർ ലൈഫ്. നമുക്ക് ആർക്കും പറയാൻ അവകാശമില്ല എനിക്ക് സമയമില്ല എന്ന്. ഇന്ന് ഞാന് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്, സമയമില്ലെന്ന് പറഞ്ഞു വെക്കുന്ന അനേകം ജീവിതങ്ങൾക്ക് ഈശോയുടെ മുമ്പിൽ കണക്ക് കൊടുക്കേണ്ടി വരും. സമയമില്ലെന്ന് പറയരുത്. എനിക്കോ നിങ്ങൾക്കോ ഇഷ്ടമുള്ളത് ചെയ്തു തീർക്കാൻ ഒരുപാട് സമയമുണ്ട്. എന്നിട്ടും എന്റെ അപ്പന്റെ കൂടെ ഇരിക്കാൻ സമയം ഞാൻ കണ്ടെത്തുന്നില്ല. സമയമില്ല എന്ന് നമ്മൾ പറയും തോറും പ്രിയപ്പെട്ടവരെ, എനിക്ക് ഈശോയിൽ നിന്നുള്ള അടുത്തിരിക്കാനുള്ള സമയം കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ എഫക്റ്റീവ് പ്രയർ ലൈഫ് എന്റെ ജീവിതത്തിൽ ഉണ്ടാവും. അടുത്തൊരു കാര്യം, ഈ ഫോക്കസ് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ശരിയായ ഫലദായകമായ സാക്ഷി ജീവിതമാണ്. അത് കൊളോസോസ് 4:3-6 വരെയുള്ള വചനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ശരിയായ ഒരു സാക്ഷി ജീവിതം, ശരിയായിട്ടുള്ളൊരു സാക്ഷി ജീവിതം എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാവണം. ഈ ഒരു അത് ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുവിൻ എന്നുള്ളതിന്റെ ഒരു വ്യാഖ്യാനമാണ് നിങ്ങളോട് പറയുന്നത്. ഈ ഉന്നതത്തിലുള്ളവയെ ഈ സീക്ക് എന്ന് പറയുന്നത് ഫലദായകം ഒരു സാക്ഷി ജീവിതം കൊണ്ടേ നമുക്ക് സാധ്യമുള്ളൂ. ഈ ഫോക്കസ് എനിക്ക് ഉണ്ടാവണം. അതിലൂടെ മാത്രമേ എനിക്കത് സാധ്യമാവുള്ളൂ. അതാണ് കൊളോസോസ് 3-1 വചനത്തിന് 2 ഭാഗങ്ങളിലൊന്ന് അവന്റെ കൂടെ, രണ്ടാമത് എന്താണ്? ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുക. ഡീപ് നോളജ് വേണം അവനെ കുറിച്ച് എന്ന് പറഞ്ഞ പ്രിയപ്പെട്ടവർ. ഇപ്പൊ ചിലരോട് ഞാനിപ്പോ ഇവിടെ ഇരിക്കുന്ന പലരോട് ഞാൻ ചോദിച്ചു, ചേച്ചി ഒരു 50 വചനം കാണാതെ പറയും. എനിക്കറിയാം ചേച്ചി 50 അല്ല 100 വചനം പറയും. ആ ചേച്ചി ചിലപ്പോ ബൈബിൾ 10 പ്രാവശ്യം വായിച്ചു തീർത്ത വ്യക്തിയായിരിക്കും. പക്ഷെ ആ സ്പിരിച്വാലിറ്റിയിൽ ഈശോ ജനിച്ചിട്ടില്ല. ഡൈഡ് വിത്ത് ക്രൈസ്റ്റ്, റൈസ് വിത്ത് ക്രൈസ്റ്റ്. ഈശോയുടെ കൂടെ ജീവിക്കുക, ഈശോയുടെ കൂടെ ഉയർക്കുക, ഈശോയുടെ കൂടെ മരിക്കുക. ഈ ഒരു കാര്യമാണ്. അതാണ് റോമ 14:7 വ്യക്തമായ വചനം എഴുതി വെച്ചിട്ടുണ്ട്. നമ്മിലാരും തനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നില്ല. നാം ജീവിക്കുന്നെങ്കിൽ കർത്താവിന് സ്വന്തമായി ജീവിക്കുന്നു. നാം മരിക്കുന്നെങ്കിൽ കർത്താവിന് സ്വന്തമായി മരിക്കുന്നു. ആകയാൽ നാം ജീവിച്ചാലും മരിച്ചാലും കർത്താവിനുള്ളവരത്രേ. പ്രിയപ്പെട്ടവരെ, ജീവിച്ചാലും മരിച്ചാലും യേശുവിന് വേണ്ടി മാത്രമുള്ളവരാ ഞാനും നിങ്ങളും. ഈശോ നമ്മളോട് പറയുകയാണ്. അപ്പോൾ ഈ ഒരു തലത്തിലേക്ക് വളരണം. നമ്മുടെ ഇനിയുള്ള എല്ലാ മേഖലകളിലും നമ്മൾ ഇത് തന്നെ ചിന്തിക്കണം. നിങ്ങൾ ഇതിനു വേണ്ടി മാത്രം പ്രാർത്ഥിക്കുക. അത് രാത്രിയെ പകലാക്കിക്കോ, ഒരു പ്രശ്നങ്ങളുമില്ല. അത്ഭുതങ്ങൾ നടക്കാം. നൊവേനകൾ ചൊല്ലിക്കൂട്ടും. ഉടമ്പടികൾ എടുത്താൽ രാവിലെ 5:30 എഴുന്നേക്കും. കൃത്യമാ. ഈ ഉടമ്പടിയിൽ ഒന്നാമത് നിങ്ങൾ വെക്കണം, ഈശോയെ നിന്നോട് ചേർന്നൊരു വിശുദ്ധ ജീവിതത്തിനാ എനിക്ക് ശക്തി തരേണ്ടതെന്ന്. പ്രിയപ്പെട്ടവരെ, അതാണ് ഈശോ നമ്മൾ നിന്ന് ആവശ്യപ്പെടുന്ന ഒരു കാര്യം. ഇനി നമ്മുടെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞു, ഒന്നാമതായി എന്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ റീറ്റെയിൻ ചെയ്യണമെന്ന് നിങ്ങളോട് പറഞ്ഞു. അതിന്റെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ വചനത്തിൽ ഒന്നാമത് പറഞ്ഞത്, എന്റെ ഈശോയോടൊത്ത് നടക്കുക, ഈശോയിൽ ഫോക്കസ് ചെയ്യുക. ഇത്രയും കാര്യമാണ് പറഞ്ഞു വെച്ചത്. ഇനി രണ്ടാമത്തെ കാര്യം, ഞാൻ റിലീസ് ചെയ്യണം ചില കാര്യം. എന്താണ് ഞാൻ റിലീസ് ചെയ്യേണ്ടത്? എന്ത് കാര്യമാണ് എന്റെ ജീവിതത്തിൽ ഞാൻ മാറ്റിവെക്കുന്നത്? എന്താണ് എന്നിൽ നിന്ന് ഒഴിവാക്കുന്നത്? കൊളോസോസ് 3-2 വചനത്തിന്റെ ബിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഒന്ന് വായിച്ചു നോക്കിക്കേ. എന്തെന്നാൽ ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല പ്രത്യുത ഉന്നതത്തിലുള്ളവയിൽ ശ്രദ്ധിക്കുവിൻ. ഭൂമിയിലോട്ട് നോക്കരുത്. ഈ വചനം ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നത് നമ്മൾ ഡെയിലി വായിച്ചാലും ഒരു കുറവും വരില്ല. പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോഴേ നമ്മളോട് പറയണം,
ആൽമരിയ, നീ ഭൂമിയിലേക്ക് നോക്കരുത്, സ്വർഗത്തിലോട്ട് നോക്കണം. നമ്മൾ ഓരോരുത്തരും ഇത് പറയണം പ്രിയപ്പെട്ടവരെ. കാരണം നമ്മൾ എപ്പോഴും ഈ ഭൂമി നോക്കി നടക്കുമല്ലോ. നമ്മളെല്ലാവരും അങ്ങനെ, ഞാൻ ഉൾപ്പെടെയാണ് നിങ്ങളോട് പറയുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ വേദനിക്കുക നമ്മള്. എന്തിനാ അങ്ങനെ വേദനിക്കുന്നത്? ചെറിയ കാര്യങ്ങൾ മതി നമ്മളെ സങ്കടപ്പെടുത്താൻ. ഞാനിപ്പോഴും ചിലപ്പോഴൊക്കെ ഓർക്കും, ഞാൻ ഈശോയുടെ മണവാട്ടിയല്ലേ, എന്തിനീ മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് ഞാൻ ഇതുപോലെ സങ്കടപ്പെടണം? ഞാൻ എന്തിനു ടെൻഷൻ അടിക്കണം? ഞാൻ എന്തിനു ഭാരപ്പെടണം? പ്രിയപ്പെട്ടവരെ, ഈ ചെറിയ കാര്യങ്ങൾ എന്നെ ഭാരപ്പെടുത്തുന്നുണ്ടെങ്കിൽ, നിങ്ങളെ ഭാരപ്പെടുത്തുന്നുണ്ടെങ്കിൽ, ഞാൻ നിങ്ങൾ ഇപ്പോഴും ഭൂമിയിൽ തന്നെയാണ്, ഇപ്പോഴും ഭൂമിയിലാണ്. നിയമാവർത്തന പുസ്തകം 32-ാം അധ്യായം 10-ാമത്തെ വചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, ശൂന്യതയോരിരുന്ന മണലാരണ്യത്തിൽ ഞാൻ അവനെ കണ്ടെത്തി. കുഞ്ഞുങ്ങളുടെ മേൽ ചിറകടിക്കുന്ന കഴുകനെ പോലെ അവൻ എനിക്ക് മുകളിൽ ചിറകടിക്കുമെന്ന് നമ്മൾ വചനം വായിച്ചിട്ടുണ്ട്. എന്തിനാ ഈ കഴുകനെ പോലെ എന്നെ പൊക്കിയെടുത്ത് വളർത്തുന്നത്? എന്തിനാ? ഞാൻ ഉന്നതത്തിലേക്ക് പറക്കാനാ. പക്ഷെ അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നമ്മളെല്ലാവരും, എനിക്കറിയാം നിയോഗങ്ങളും ആവശ്യങ്ങളും ഉണ്ടെന്ന്, പക്ഷെ അതല്ല. അതിന് മുകളിലേക്ക് നമ്മൾ ഉയരുന്നില്ലെങ്കിൽ നമ്മുടെ സഭയില്, നമുക്കിടയില്, നമ്മുടെ കുടുംബത്തില് പ്രശ്നങ്ങൾ മാറില്ല പ്രിയപ്പെട്ടവര്. ഈശോയ്ക്ക് കൊടുക്കേണ്ട ഒരു സ്ഥാനമുണ്ട്. ആ സ്ഥാനത്ത് നമ്മൾ നിർത്തിക്കണം. ഈശോ അവിടെ നിർത്തണം. അതിനപ്പുറത്തേക്ക് മാറും തോറും ഞാനും നിങ്ങളും ഈ കർത്താവിൽ നിന്ന് മാറി മാറി ചരിക്കുകയാണ്. ഈശോ അതാ പറയുന്നേ. ഇന്ന് നമുക്കറിയാലോ, ഈ ഉന്നതത്തിലുള്ളവയിൽ അന്വേഷിക്കാത്തത് കൊണ്ടാണ് ഈ തെറ്റായ ചില പഠനങ്ങള് ഇന്നിപ്പോ ഞാൻ രാവിലെ നിങ്ങൾ പറഞ്ഞില്ലേ എത്തിയസ്റ്റ് ആണ് ചേച്ചി പറയുമ്പോ, സാധാരണ ചേട്ടന്മാരാണ്. ഞാൻ എത്തിയസ്റ്റ്, മലയാളികൾ ചേട്ടന്മാര് പോലും അങ്ങനെ ആയി പോയിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയില്ല. പക്ഷേ സ്ത്രീകൾ അങ്ങനെ ഞാൻ എത്തിയസ്റ്റ് ആണെന്ന് മലയാളികൾ പറയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഇത് കേൾക്കുക പ്രിയപ്പെട്ടവരെ. സാധാരണ അമ്മമാര് കണ്ണുനീരോടെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിരിക്കണം. കാരണം എന്റെ ലൈഫില് അതേ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ആ ലെവല് മാറിക്കഴിയും. എന്തും ചെയ്യാം, എങ്ങനെയും വ്യാപരിക്കാം. ഈ ഒരു അവസ്ഥ ഇന്ന് എന്തുകൊണ്ടാണ്? ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ട് 10 പ്രാവശ്യം തുറന്നു നോക്കിയാലേ അതിന് എത്ര ലൈക്ക് കിട്ടിയത്? എന്തുകൊണ്ടാ? അവിടെയൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മളെല്ലാം ഈ ലോകത്തിന്റെ കെട്ടിൽ ഇങ്ങനെ പെട്ടിരിക്കുക. അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മൾ ഉയരണം, നമ്മൾ എഴുന്നേക്കണം. നമ്മുടെ ശരീരത്തിന് ചില ആഗ്രഹങ്ങളുണ്ട്, അതിനെ ഒഴിവാക്കണം. കൊളോസസ് 3-ാമത്തെ അധ്യായം 5 തൊട്ട് 10 വരെയുള്ള വചനങ്ങളിൽ പറയാണ്, ശരീരത്തിന്റെ ആഗ്രഹങ്ങള്, ശരീരത്തിന്റെ മോഹങ്ങള്, കള്ളം പറയുന്ന രീതികള്, കുറ്റപ്പെടുത്തുന്ന രീതികള്, ഹൈഡ് ചെയ്യുന്ന രീതികള്, ഇതെല്ലാം നമ്മൾ മാറ്റിവെക്കണം പ്രിയപ്പെട്ടവരെ. ചിലപ്പോൾ നമുക്ക് തോന്നും, സത്യത്തിങ്കില് ഞാൻ ഈ ദിവസങ്ങളിൽ ഈശോനെ ഒരു ജസ്റ്റ് ഈശോ ഒന്ന് ടെസ്റ്റ് ചെയ്യുമായിരുന്നു. എനിക്കൊരു ഗിഫ്റ്റ് കിട്ടി. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ആ ഗിഫ്റ്റ് ആരോടും പറയാതെ കീപ്പ് ചെയ്യാം. ഇപ്പൊ ഗിഫ്റ്റ് തന്ന ആൾ എന്നോട് പറഞ്ഞു, സിസ്റ്റർ ആരോടും പറയരുത്. ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് അങ്ങനെ പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ ഈ ഗിഫ്റ്റിന് അത് വേണ്ട സിസ്റ്റർ, അത് പറയാൻ പാടില്ലെന്ന് പറയും. അപ്പൊ ഞാൻ എന്നോട് പറഞ്ഞ ആളോട് ഞാൻ പറഞ്ഞു, അത് ഞാൻ എന്റെ അധികാരിയോട് പറയും, വേറെ ആരോടും പറഞ്ഞില്ല, എന്റെ അധികാരികളോട് ഞാൻ പറയും. അപ്പൊ അവര് പറഞ്ഞോ സിസ്റ്റർ എന്ന് പറഞ്ഞു. ഞാൻ എന്റെ അധികാരിയോട് അപ്പൊ തന്നെ പറഞ്ഞു. അധികാരി അതിനോട് സൊല്യൂഷനും എന്നോട് പറഞ്ഞു. അന്ന് വൈകുന്നേരം ഗിഫ്റ്റ് തന്ന ആൾ വിളിച്ചിട്ട് പറയാണ്, സിസ്റ്ററെ അത് പറഞ്ഞോ? ഞാൻ പറഞ്ഞു. അത് എന്തിനാ അത് പറഞ്ഞത്? പറയണ്ടായിരുന്നു, വേറെ എന്തെങ്കിലും ഒരു നുണ പറഞ്ഞാൽ മതിയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ശരിയായിരിക്കും, ഒരു ഗിഫ്റ്റാണ് എനിക്ക് തന്നത്. പക്ഷേ ഞാൻ എന്തുകൊണ്ടാണ് അത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ആ ഗിഫ്റ്റിനോട് എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, എനിക്കത് കിട്ടിയാൽ കൂടുതൽ സന്തോഷമാണ്. പക്ഷെ ഞാനെന്ന് പറയുന്ന വ്യക്തി സന്യാസത്തിന്റെ ഒരു ചൈതന്യത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്കൊന്നും ഹൈഡ് ചെയ്യാൻ അവകാശമില്ല പ്രിയപ്പെട്ടവരെ. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് ചില കാര്യങ്ങൾ തരും, പക്ഷെ നമ്മളെ ചില കാര്യങ്ങൾ ഇങ്ങനെ പ്രേരിപ്പിക്കുക, പ്രലോഭനങ്ങൾ ചുറ്റോട് ചുറ്റും വരികയാണ്. ആഗ്രഹങ്ങളും മോഹങ്ങളും എനിക്ക് നിങ്ങൾക്കും ഉണ്ട്. ഈ മോഹങ്ങൾക്കിടയിൽ പെട്ടുപോകാതെ അതിന് മുകളിൽ നിൽക്കണമെങ്കിൽ ഈ തെറ്റായ ആഗ്രഹങ്ങളെ ഞാൻ തള്ളിക്കളയണം. എന്റെ ഈശോയുടെ സ്നേഹത്തിലേക്ക് ഞാൻ വീണ്ടും വീണ്ടും കടന്നു വരണം. അത് ഈശോ എന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നുണ്ട്. എന്റെ ജീവിതത്തിൽ നിന്ന് അത് ഈശോ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാര്യമാണ് നമ്മളിൽ ഉണ്ടാവേണ്ടത്. ഈ പുതുവർഷത്തില് ഞാൻ നിങ്ങളും ആഗ്രഹിക്കേണ്ട ചെയ്യേണ്ട രണ്ടാമത്തെ ഒരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ. എന്താണ് പറഞ്ഞത്? എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നിന്ന് അശുദ്ധിയുടെ ചില മേഖലകള് അതങ്ങ് മാറ്റിക്കളയണം. നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കിക്കേ, എവിടെയാ എനിക്ക് മാറാനുള്ളത്? ഞാൻ പറഞ്ഞില്ലേ, എന്റെ മുറി ക്ലീൻ ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ പറിച്ചു കളയണം. ഇനി അത് മുറിയിലോട്ട് വരാൻ പാടില്ല, അത് മുറിയിൽ ഇരിക്കാൻ പാടില്ല, അത് വാസയോഗ്യമല്ല. ആ മുറി വാസയോഗ്യമാകണമെങ്കിൽ ഇത് എടുത്തു കളയണം. ഈ പുതുവർഷത്തില് ഇന്ന് രാത്രി കൊണ്ടോ ഇന്നത്തെ ഒറ്റ കുമ്പസാരം കൊണ്ടോ നിങ്ങൾ ഇതിൽ നിന്ന് മോചിതരാകില്ല. പക്ഷേ നമ്മൾ ട്രൈ ചെയ്യാം. ഈ പുതുവർഷത്തിൽ നമ്മൾ ട്രൈ ചെയ്യുക, ഈശോയെ
എനിക്കതിനുള്ള കൃപ തരണേ, എനിക്കതിനുള്ള കൃപ തരണേ. ഓരോ നിമിഷവും നമ്മളത് പ്രാർത്ഥിക്കണം. ഇനി മൂന്നാമത്തെ കാര്യമാണ്, ചില കാര്യങ്ങൾ മെമ്മറൈസ് ചെയ്യണം. വീണ്ടും വീണ്ടും ഓർക്കണം, വീണ്ടും വീണ്ടും ഞാൻ റിമെമ്പർ ചെയ്തുകൊണ്ടിരിക്കണം. എന്റെ മുറി ഞാൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ചില കാര്യങ്ങൾ എനിക്ക് എപ്പോഴും ഓർക്കാൻ സൂക്ഷിച്ചു വെക്കണം. വചനം വായിച്ചേ, 3-ാമത്തെ അധ്യായത്തിൽ 3 തൊട്ട് 4 വരെയുള്ള വചനങ്ങൾ. എന്തെന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും മൃതരായിരിക്കുന്നു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടൊപ്പം മിശിഹ ദൈവത്തിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു. ഞാനും നിങ്ങളും മൃതരായിരിക്കുകയാണ്. ആരില്? യേശുവിൽ. ആരിലാണ് എന്റെ ജീവൻ? ഇത് കൊച്ചുറേസ്യ ഏറ്റവും അധികം സ്വാധീനം, കൊച്ചുറേസ്യ വിശുദ്ധിയാകാൻ, കൊച്ചുറേസ്യയുടെ വിശുദ്ധ ജീവിതത്തിന് ഏറ്റവും അധികം സ്വാധീനിച്ച വചനമാണ്. നിങ്ങളുടെ ജീവനോ ക്രിസ്തുവിൽ നിഗൂഢമായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിലേക്ക് എത്തിച്ചേരേണ്ട ജീവിതമാണ് ഞാനും നിങ്ങളും. ഈ ഒരു ചിന്ത, ഈ ഒരു ഓർമ്മ, ഈ ഒരു ഭാവന, ഈ ഒരു പ്രത്യേകമായുള്ള ഒരു ആകുലത ഇതിനെക്കുറിച്ച് ഞാൻ എത്തിയോ? ആ നിഗൂഢമായ ഒരു അവസ്ഥ, ദൈവത്തിൽ നിഗൂഢമായിരിക്കുന്ന ഒരു അവസ്ഥ. തൃത്വത്തിന്റെ വിശുദ്ധ എലിസബത്ത് ഇങ്ങനെ പറയും, കാരണം അവളെ ഏറ്റവും അധികം സ്വാധീനിച്ചൊരു വചനം, തൃത്വത്തിന്റെ ഏറ്റവും സ്വന്തമായ ഒരു വിശുദ്ധിയാണ് സ്വാധീനിച്ച വചനം. യോഹന്നാൻ 14:23 വചനം പറയാണ്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്ന ഒരു വചനം പോലെ, അപ്പോൾ എന്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവനിൽ വസിക്കുകയും അവനോടൊത്ത് ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും. അപ്പൊ എന്താണ്? ദൈവത്തിൽ നിഗൂഢമാകുന്ന ഒരു ജീവിതം. നമുക്ക് ചിലരെ കാണുമ്പോൾ ഒരുപാട് ഇഷ്ടം തോന്നും, അവരുടെ അടുത്തിരിക്കാൻ തോന്നും. അത് അവരുടെ സൗന്ദര്യം കണ്ടിട്ടല്ല, ഈശോയുടെ കൃപ അതിൽ നിന്ന്. അത് ഈശോയിൽ നിഗൂഢമാകുന്ന ഒരു ജീവിതം, ഈശോയിൽ നിഗൂഢമായിരിക്കും. അവർ ചിലപ്പോൾ വലിയ വചനപ്രഘോഷകരൊന്നും ആയിരിക്കില്ല, പക്ഷെ അവരുടെ സാന്നിധ്യം നമ്മളെ ഇങ്ങനെ വലിയ കൃപകൾ കൊണ്ട് നിറയ്ക്കും. അക്കാലം ഈ നാളുകളിൽ എനിക്കത് ഭയങ്കര അനുഭവമാണ്. ഞാനങ്ങനെ ഒരു വ്യക്തിയോട് ഇങ്ങനെ സംസാരിക്കും, വലിയ കഴിവോ അങ്ങനെ അല്ലെങ്കിൽ വലിയ ഭാഷന്തോരോ അല്ലെ വലിയ ജ്ഞാനങ്ങളോ ദർശനപരങ്ങളോ ഒന്നുമില്ല, പക്ഷേ ഈ ഈശോയുടെ സാന്നിധ്യം ആ വ്യക്തിയുടെ അടുത്തുണ്ട്. ഞാൻ ആ വ്യക്തിയുടെ അടുത്തോട്ട് ചെല്ലും, ഞാൻ ഭയങ്കരമായി ഡൗൺ ആയി ചെല്ലുമ്പോ എന്നെ ഉത്തേജിപ്പിക്കുന്ന എന്തോ അവരിൽ നിന്ന് പുറത്തോട്ട് വരിക. എന്നെ ശ്രമിക്കുന്ന ഒരമ്മ, മകൻ ഒരു പക്ഷെ വന്നിട്ട് പറയുമായിരിക്കും, അമ്മേ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ആ അമ്മയുടെ അടുത്ത് വന്ന് പറയുമ്പോ അമ്മയുടെ ഉള്ളിലെ ആ ഈശോ, അമ്മ ഈശോയ്ക്കുള്ളിലാണെങ്കിൽ ആ കൃപ, അമ്മയുടെ ഉപദേശത്തെക്കാൾ അപ്പുറം സാന്നിധ്യം, നിഗൂഢമായ സാന്നിധ്യം അവനെ ഉത്തേജിപ്പിക്കും. അതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ചെയ്യേണ്ടത്. ഇന്ന് അതൊന്നും നമുക്കില്ലാത്തതുകൊണ്ട് ഈ വഴക്കും വക്കാണും ഒക്കെ നമ്മളിൽ വരുന്നേ, കലഹം വരുന്നേ, ദേഷ്യം വരുന്നത്. ഈശോയെ എന്നെ നിന്നിൽ നിഗൂഢമാക്കി വെക്കണേ, ഈശോയെ എനിക്ക് തിരുത്തലുകൾ തന്ന് എന്നെ നിന്റെ ഉള്ളിലേക്ക് ചേർത്ത് വെക്കണം. എങ്ങനെയാ ഈ നിഗൂഢത സ്വന്തമാക്കാൻ പറ്റുക? അടുത്ത വചനം കൂടി ഇന്ന് വായിച്ചേ. നമ്മുടെ ജീവനായ ക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ അവനോടുകൂടെ നിങ്ങളും മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടും. എന്തിനാ ഈ നിഗൂഢതയിലേക്ക് ദൈവം ക്ഷണിച്ചേക്കുന്ന പ്രിയപ്പെട്ടവരെ? എന്റെ ഈശോയുടെ കൂടെ ഞാൻ മഹത്വത്തിൽ ഒന്നായിരിക്കാൻ വേണ്ടി മാത്രം എന്റെ ഈശോ എന്നെ ക്ഷണിച്ചിരിക്കുക. ഈ നിഗൂഢതയിൽ എനിക്ക് കിട്ടുന്ന വലിയ സമ്മാനം എന്താ? മഹത്വപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ്. ദൈവം മഹത്വപ്പെടുത്തണം, കർത്താവ് നമ്മളെ മഹത്വപ്പെടുത്തണം. എങ്ങനെയാണ് ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റുക? എന്റെയും നിന്റെയും ജീവിതത്തില് ദൈവം എന്നിൽ മഹത്വപ്പെടുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാ സാധ്യമാവും? നമ്മൾ കർത്താവ്, ഞാൻ നിന്നെ മഹത്വപ്പെടുത്തും, ഞാൻ നിന്നെ ആരാധിക്കുന്നു, ഞാൻ നിനക്ക് നന്ദി പറയുന്നു. നിങ്ങൾ വിചാരിക്കരുത് ഞാനൊരു വലിയ വചനപ്രഘോഷണം നടത്തി ഇറങ്ങി വന്ന് എല്ലാരും കൈയടിച്ചപ്പോഴാണ് എന്റെ കർത്താവ് മഹത്വപ്പെടുന്നത്. ഞാൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല. മറിച്ച് ഈ വചന പ്രഘോഷണത്തിന് വേണ്ടി എത്രമാത്രം എന്റെ ഈശോയിൽ ഞാൻ ആശ്രയിച്ചോ, എത്രമാത്രം എന്റെ കർത്താവിന്റെ കാലിൽ ഞാൻ കെട്ടിപ്പിടിച്ചോ, ഇവനിൽ എത്രമാത്രം ഞാൻ ആശ്രയിച്ചോ അത്രമാത്രം ദൈവനിൽ മഹത്വപ്പെടും. എനിക്കത് ഉറപ്പാണ്. മറിച്ച് എനിക്കത് ഈസിയാ. എനിക്ക് ഇന്നലെ അല്ല കഴിഞ്ഞ പ്രാവശ്യം എവിടെയും പറഞ്ഞത് പറയാം. ഒരിക്കലും ഇല്ല പ്രിയപ്പെട്ടവരെ. ഞാൻ എന്റെ ജീവിതത്തില് എന്റെ ഈശോയുടെ കാലിൽ എത്രമാത്രം കെട്ടിപ്പിടിക്കുന്നോ അത്രമാത്രം ഞാൻ എന്ന വ്യക്തിയിൽ ഈശോ മഹത്വപ്പെട്ടുകൊണ്ടിരിക്കും. ഞാൻ എനിക്ക് പറ്റാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിലല്ല, വൻ കാര്യങ്ങൾ ചെയ്യുന്നതല്ല, ദൈവം എന്നിൽ മഹത്വപ്പെടുന്നത്. ഞാൻ എന്ന വ്യക്തിയിൽ ദൈവം മഹത്വപ്പെടുത്താൻ ഞാൻ എന്ന വ്യക്തി ഈശോയിൽ ഇങ്ങനെ ആശ്രയിക്കണം, ഒരുപാട് ആശ്രയിക്കണം. ഒരുപാട് ആശ്രയിക്കും തോറും എനിക്കൊന്നുമില്ലെങ്കിൽ ഇങ്ങനെ കെട്ടിപ്പിടിക്കാലോ എന്റെ ഈശോയെ ഇങ്ങനെ ചേർത്ത് പിടിക്കാലോ. എനിക്ക് വേറെ ആരുമില്ല കർത്താവ്, എനിക്ക് വേറെ ഈ ഭൂമിയിൽ ആരുമില്ല. അങ്ങനെ ഞാൻ കെട്ടിപ്പിടിക്കും തോറും എന്റെ ശക്തിഹീനതയിലേക്ക് അവന്റെ കൃപ നിറയും. നിനക്കെന്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിൽ ആണ് എന്റെ ശക്തി പ്രകടമാവുക. എനിക്കോ നിനക്കോ പറ്റാത്തത് ദൈവ മഹത്വം ചെയ്തുകൊണ്ടിരിക്കും. പ്രിയപ്പെട്ടവരെ, ചെയ്തിട്ടില്ലേ?
അനേകം കാര്യങ്ങൾ അവൻ ചെയ്തിട്ടില്ലേ? അവൻ എന്റെയും നിന്റെയും ജീവിതത്തിൽ ഒത്തിരി ചെയ്തിട്ടുണ്ട്. ഈ ചെയ്തതെല്ലാം ഓർക്കണം, ഇതെല്ലാം ഓർക്കണം. ഈ ഒരു ആശ്രയത്വമാണ് എന്നെ വിശുദ്ധ കുർബാനയുടെ ആഴങ്ങളിലേക്ക് നയിക്കുക. കുർബാനയുടെ ആഴങ്ങളിലേക്ക് നിഗൂഢത കിട്ടുന്ന, നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് നമ്മൾ നമ്മുടെ മുറിയിൽ നിന്ന് കുറെ 10-40 കൊന്തയില്ല, അത് നിഗൂഢതയിലേക്ക് എത്തുകയല്ല. വിശുദ്ധ കുർബാനയുടെ ആഴങ്ങളിലേക്ക്, കുർബാനയിൽ ഉൾച്ചേരുമ്പോഴാണ്. അതാണ് അവൻ എന്നിൽ, ഞാൻ അവനിൽ. ഈശോയുടെ തിരുശരീര രക്തങ്ങൾ എന്റെ ഉള്ളില്, ഞാൻ ഈശോയില്. പ്രിയപ്പെട്ടവരെ, ഈ പുതുവർഷത്തില് ഈ നിഗൂഢത സ്വന്തമാക്കാൻ ഒരു കൃപ ഈശോയോട് നമുക്ക് ചോദിക്കണം. ഈശോയെ അതെനിക്ക് തരണം. ഇനി അടുത്തൊരു കാര്യമാണ്, ഇതെനിക്ക് എങ്ങനെ എന്റെ ജീവിതത്തിൽ ഇത് മെമ്മറൈസ് ചെയ്യുക എന്ന് പറയുമ്പോ, ഒന്ന് ഞാൻ പറഞ്ഞു ഈശോനിൽ മഹത്വപ്പെടണം. രണ്ടാമത്തെ കാര്യമാണ് എനിക്കൊരു നിക്ഷേപം വേണം, എനിക്കൊരു ഡെപ്പോസിറ്റ് വേണം എന്റെ ജീവിതത്തില്. ആരും അറിയാത്ത ഒരു ഡിപ്പോസിഷൻ. എന്താണ് നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്? ഈ പുതുവർഷത്തില് അടുത്ത 2024 ഈശോ അനുവദിച്ച് നമ്മൾ പ്രവേശിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എന്തായിരിക്കും നിങ്ങളുടെ സമ്പാദ്യം? നിങ്ങളുടെ നിക്ഷേപം എന്തായിരിക്കും? അത് നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. അടുത്ത വർഷം ഞാനുണ്ടോന്ന് അറിയില്ല, എന്നെ കേൾക്കുന്ന നിങ്ങളുണ്ടോന്ന് അറിയില്ല, പക്ഷേ ഇത് നിങ്ങളുടെ മനസ്സിലുണ്ടാവും. നിങ്ങൾ എന്താണ് ഡിപ്പോസിറ്റ് ചെയ്യാൻ പോകുന്നത്? എന്തായിരിക്കാം? നിങ്ങൾ കുറെ ബാങ്ക് ബാലൻസ് ആണോ? അതോ നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ കല്യാണം നടന്നല്ലോ, ഇത്രയും ഞാൻ പ്രാർത്ഥിച്ചത് കൊണ്ട് എന്റെ കുഞ്ഞിന്റെ കല്യാണം നടന്നല്ലോ, എന്റെ കുഞ്ഞിന് ജോലി കിട്ടിയല്ലോ, അല്ലെങ്കിൽ ഞാൻ ശുശ്രൂഷ ചെയ്തപ്പോ 10,000-ങ്ങളായിരുന്നു ഈ വർഷം, അടുത്ത വർഷം 1 ലക്ഷമായി. നോ, അതൊന്നുമല്ല എന്റെ നിക്ഷേപം. എന്റെ നിക്ഷേപം എന്താണ് ഈശോയ്ക്ക് എനിക്ക് കൊടുക്കാനുള്ളത്? എന്റെ പ്രിയനായി കാത്തുവെക്കാൻ, പ്രിയപ്പെട്ടവരെ, ഒരു സ്വകാര്യതയുടെ ആത്മീയത എല്ലാവർക്കും ഉണ്ടാവണം. ആരും അറിയാത്ത, ഞാൻ ഈ ഇടയ്ക്ക് ഒരു സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ഞാൻ ആ സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കാണുവാണ് മഠത്തിൽ ഇങ്ങനെ ചേമ്പ് പുഴുങ്ങിയിരിക്കുക. വൈകുന്നേരം 4 മണിക്ക്. സിസ്റ്റർ ഒരുപാട് ഇഷ്ടമാണ് ഈ ചേമ്പ്. അപ്പൊ സിസ്റ്റർ 4 മണിക്ക് ജോലി കഴിഞ്ഞ് ഓടി വന്നിട്ട് ഈ 3 കഷ്ണം ചേമ്പെടുത്ത് പാത്രത്തിലോട്ട് ഇട്ടു. ഇച്ചിരി മുളക് പൊടിച്ചത് പാത്രത്തിന്റെ സൈഡിലോട്ട് വെച്ചു. എന്നിട്ട് ഈ ചേമ്പിന്റെ കഷ്ണം എടുത്ത് ഇങ്ങനെ കടിക്കുകയാണ്. ഒരു കഷ്ണം അവിടെ നിന്നോട് തന്നെ കഴിക്കുക. അപ്പൊ കാരണം വിശക്കുന്നുണ്ട്, സിസ്റ്റർ കഴിച്ചോണ്ടി. പെട്ടെന്ന് സിസ്റ്ററിന്റെ മനസ്സിൽ പറയുകയാണ്, ഈ 2 ചേമ്പ് കഷ്ണത്തിന് അവകാശപ്പെട്ടതാണ്, പാത്രത്തിഷ്ടം പോലുള്ള ദാരിദ്ര്യമൊന്നുമില്ല, കഴിക്കാം. പക്ഷെ ഇഷ്ടപ്പെട്ട സിസ്റ്ററിനോട് പറയാണ്, നീ തിരിച്ചു വെച്ചേ. ഇതൊന്നും ഞാൻ അറിയുന്നില്ല, തലോസം സംഭവിച്ചു വരും. സിസ്റ്റർ എന്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കാൻ വരികയാണ്. അപ്പൊ ഞാൻ, സിസ്റ്ററെ, ഈ ചേമ്പ് കഷ്ണം പകുതി കടിച്ചു വെച്ചിരിക്കുന്ന പാത്രത്തിൽ വേറെ ഒന്നും കാണുന്നില്ല, എന്നതാ സിസ്റ്ററെ? അപ്പൊ സിസ്റ്റർ ഇങ്ങനെ എന്നെ നോക്കി കണ്ണു നനച്ച് പറയാ. അപ്പൊ ഞാൻ, സിസ്റ്റർ എന്നാ ഇതിന്റെ അർത്ഥം? പറയാണ്, അനുമരിയ, ഞാൻ അത് ഈശോയ്ക്ക് വേണ്ടി മാറ്റിവെച്ചു. അത് ഈശോ കണ്ടോ? അത് ഈശോ കണ്ടോ? പ്രിയപ്പെട്ടവരെ, ഒരു മതവും കണ്ടില്ല, കൂടെയുള്ള ആരും ഇത് കണ്ടില്ല, പക്ഷെ ഈശോ കണ്ടു. ഇതെന്തിനാ നിങ്ങളോട് പറഞ്ഞെന്നറിയോ? എന്റെയും നിന്റെയും ജീവിതത്തിൽ ഒരു സ്വകാര്യ ആത്മീയത വേണം. ആരും അറിയാത്തൊരു നിക്ഷേപം ഉണ്ടാവണം. എന്തുമാത്രം സമ്പാദിക്കാമോ അത്രയും സമ്പാദിക്കണം. ഈശോയെ, ഇത് എനിക്ക് തരാനുള്ളൂ, എനിക്ക് തരാനുള്ളൂ. ഒരുപക്ഷെ ഹസ്ബൻഡ് ഒരുപാട് നിങ്ങളെ തെറ്റിദ്ധരിക്കുമ്പോ ആരും പറയാ ചെയ്ത ചില നന്മകൾ ഓർത്തായിരിക്കും അവൻ നമ്മളെ കുറ്റപ്പെടുത്തുന്നത്. നമ്മൾ ചെയ്ത കാര്യം ചെയ്തില്ലെന്ന് പറയുമ്പോഴായിരിക്കും. പൊട്ടിത്തെറിക്കുന്നതിലല്ല പ്രിയപ്പെട്ടവരെ, ഇതിലൊന്നുമല്ല. എന്റെ ജീവിതത്തിന്റെ ആത്മീയതയുടെ സ്വകാര്യത, അതാണ് നിങ്ങളുടെ നിക്ഷേപം. ഈ പുതുവർഷത്തില് നിങ്ങളോട് സംസാരിക്കാൻ കിട്ടിയ ഈ സമയത്ത് എനിക്ക് ഏറ്റവും അവസാനമായി പറയാനുള്ള കാര്യം, ഈശോയെ, എന്റെ ജീവിതത്തിലെ ഒരു സ്വകാര്യ നിക്ഷേപം നിനക്കായി കാത്തു സൂക്ഷിക്കാൻ എന്നെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കണം. നമുക്ക് ആ വചനം ഒരിക്കൽ കൂടി വായിക്കാം. വിശുദ്ധ പൗലോസ് കൊളോസസിലെ സഭയ്ക്ക് ലേഖനം 3-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വചനങ്ങളിൽ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്. കർത്താവിന്റെ വചനം പറഞ്ഞു, നീ ചില കാര്യങ്ങള് മാറ്റിയെടുക്കണം, ചില കാര്യങ്ങള് നീ റീറ്റെയിൻ ചെയ്യണം, ചില കാര്യങ്ങൾ നീ മെമ്മറൈസ് ചെയ്തുകൊണ്ടിരിക്കണം. ഈ മെമ്മറൈസ് ചെയ്യുന്ന 3 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുക. വചനം ഒന്നുകൂടെ വായിച്ചേ. ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിലുള്ളവയിൽ അന്വേഷിക്കുവിൻ. ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല, പ്രത്യുത ഉന്നതത്തിലുള്ളവയിൽ ശ്രദ്ധിക്കുവിൻ. എന്തെന്നാൽ നിങ്ങൾ മൃതരായിരിക്കുന്നു, നിങ്ങളുടെ ജീവനോ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ അവനോടുകൂടെ നിങ്ങളും മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടും. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്കെല്ലാവർക്കും ഈ ഒരു ചിന്തയോടെ കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂട്ടിപ്പിടിച്ച് ഈശോയുടെ പരിശുദ്ധമായ ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. കർത്താവ് പ്രത്യേകമായിട്ട് ഇന്ന് രോഗികളെ സൗഖ്യപ്പെടുത്തുമെന്ന് ഈശോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് രോഗമുള്ളവരൊക്കെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക.
പ്രത്യേകിച്ച് അലർജി രോഗങ്ങളുള്ളവർ പ്രത്യേകം പ്രാർത്ഥിക്കണം. ഈശോ ആ മേഖലയെ പ്രത്യേകം എടുത്ത് കാണിക്കുന്നുണ്ട്. അത് നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. പരിശുദ്ധമായ ആരാധനയിലേക്ക് ഈശോയെ നമ്മുടെ മധ്യത്തിലേക്ക് ക്ഷണിച്ച് നമ്മൾ പ്രാർത്ഥിച്ച് ആരാധിക്കാൻ പോവുകയാണ്. എല്ലാ മക്കളും കണ്ണുകളടച്ച് കരങ്ങൾ കൂട്ടിപ്പിടിച്ച് ഗായക സംഘത്തോട് ചേർന്ന് ഈശോയെ അങ്ങന്റെ ജീവിതത്തിലേക്ക് വരണേ എന്ന് ആഗ്രഹിച്ച്, കർത്താവെ നിന്റെ വലിയ സാന്നിധ്യം എനിക്ക് തരണേ ഈശോയെ. ഈശോയെ നിന്റെ മുമ്പിൽ ഞാൻ ഒന്നുമല്ല കർത്താവെ, ഒന്നുമല്ല. എനിക്ക് നീ മാത്രം. എല്ലാവരും ഒത്തിരി എളിമപ്പെട്ടെ. ജോർദാൻ നദിയിൽ സ്നാപക യോഹന്നാന്റെ മുമ്പിൽ എളിമപ്പെട്ട പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാം കർത്താവിന്റെ സന്നിധിയിൽ കരങ്ങൾ കൂട്ടിപ്പിടിച്ചായിരിക്കാം. ഈശോയെ, എന്നെ പരിപൂർണമായി അറിയുന്ന ഈശോയെ, ഇതാ ഞാൻ നിന്റെ സന്നിധിയിൽ വരുന്നു. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ വ്യഗ്രതകളും ആഗ്രതകളും എല്ലാം ഈശോയുടെ കാൽപാദത്തിൽ വെച്ച് കർത്താവിന്റെ പക്കലേക്ക് നോക്കി എല്ലാ മക്കളും ആയിരിക്കും. കർത്താവെ, ഞാൻ എന്താണെന്ന് നിനക്കറിയാമല്ലോ എന്ന് എല്ലാ മക്കളും ഈശോയോട് പറഞ്ഞു. ഈശോയെ, നിനക്ക് എന്നെ അറിയാം. ഞാൻ എന്ത് പറഞ്ഞാലും നിനക്ക് എന്നെ അറിയാം. ഞാൻ എന്ത് ചെയ്താലും അത് നിനക്കറിയാം. ഈശോയെ, കുറവുകളേറെയുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. എല്ലാ മക്കളും തങ്ങളെ തന്നെ ഈശോയുടെ പക്കൽ എളിമപ്പെടുത്തും. കർത്താവെ, നീ തന്നാലേ ഉള്ളൂ എന്ന് പറഞ്ഞ എല്ലാ മക്കളും ഈശോയുടെ മുമ്പിൽ നിൽക്കുക. കർത്താവെ, എനിക്ക് നീ തന്നാലേ ഉള്ളൂ. നമുക്കെല്ലാം ഒത്തിരി ദൈവത്തിൽ ആശ്രയിക്കാം. ഈ ആരാധന ഈശോയുടെ കരങ്ങളിലോട്ട് കൊടുക്കാം. കർത്താവ് ഈ ആരാധനയിൽ പ്രവർത്തിക്കാൻ എല്ലാ മക്കളും ആഗ്രഹിക്കുക. കർത്താവെ, ഈ കൂട്ടായ്മയിലായിരിക്കുന്ന എല്ലാ ജീവിതങ്ങളിലും ഈശോ പ്രവർത്തിക്കാനായി ഞങ്ങൾ ഇവിടെ വന്ന് നിൽക്കുകയാണ്. കർത്താവെ, ഞങ്ങൾ അങ്ങനെ ഒത്തിരി സ്നേഹത്തോടെ ആശ്രയിച്ച് നിൽക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 7-ാം വചനം, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. എന്തെന്നാൽ ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തും, മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യും. പ്രിയപ്പെട്ട എന്റെ മക്കളെ, ദിവികാരുണ്യ ഈശോയുടെ പക്കല് നമ്മളൊന്ന് മുട്ടാൻ പോവുകയാണ്. ഈശോയെ, ഞാനിതാ നിന്റെ സന്നിധിയിൽ മുട്ടി വിളിക്കുകയാണ്. അനേക ലോക തലങ്ങളില് ഈശോയെ പല കാര്യങ്ങൾക്കും വേണ്ടി ഞാൻ മുട്ടിയിട്ടുണ്ട്. ഇന്നലിതാ നിന്നെ കിട്ടാൻ ആഗ്രഹിച്ച് നിന്റെ മുമ്പിൽ ഞാൻ മുട്ടി വിളിക്കുകയാണ്. എല്ലാ മക്കളും നിങ്ങളുടെ കുടുംബത്തെ, ജീവിത പങ്കാളിയെ, അകന്നിരിക്കുന്ന മക്കളെ, സങ്കടങ്ങൾ തരുന്നവരെ എല്ലാം ഈശോയുടെ പക്കലേക്ക് ചേർത്ത് വെച്ച് കർത്താവിന്റെ പക്കൽ ഇന്ന് മുട്ടി വിളിക്കാൻ പോവുകയാണ്. ഈശോയെ കിട്ടാൻ ആഗ്രഹിച്ച് എല്ലാ മക്കളും മുട്ടണം. കർത്താവ് പറഞ്ഞല്ലേ, അന്വേഷിക്കുവൻ, അവനെ അന്വേഷിക്കുവൻ. ഈശോയെ, ഞാനിതാ നിന്നെ അന്വേഷിക്കുകയാണ്. കർത്താവെ, നിനക്ക് വേണ്ടി ഞാൻ ചോദിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാ മക്കളിലും ഈശോ നിറയണം. ഈശോയോട് കൂടെ ജീവിക്കണം. ആ ഒരു വലിയ കൊതിയോടെ പ്രിയപ്പെട്ട എന്റെ മക്കളെ, 2 കരങ്ങളും ഉയർത്തി. മറ്റൊരാഗ്രഹങ്ങൾ ഇപ്പൊ നമുക്കില്ല. ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാം. ഈശോയുടെ കൂടെ ഈ പുതുവർഷം മുഴുവൻ ജീവിക്കാം. കൃപ ചോദിച്ച് നമുക്ക് ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 എല്ലാം സാധ്യമാക്കുന്ന എല്ലാം തരുന്ന എന്റെ ഈശോയെ സ്തുതിക്കുന്നുണ്ട് കർത്താവെ, ആരാധിക്കുന്നുണ്ട് കർത്താവെ. എല്ലാ മക്കളെ ഏറ്റെടുക്കണം ഈശോയെ, എല്ലാ മക്കളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. തടസ്സങ്ങൾ, കെട്ടുപാടുകൾ, അസ്വസ്ഥതകളെല്ലാം ഈശോയുടെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഈശോ എല്ലാ കെട്ടുപാടുകളും മാറട്ടെ, എല്ലാ ആകുന്നകളും മാറട്ടെ. യേശുനാമത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ. ഈശോയെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഹല്ലേലൂയ. ഈശോയെ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ. ഈശോയെ നന്ദി, നന്ദി. പ്രിയപ്പെട്ട മക്കളെ, കണ്ണുകൾ അടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ചു എല്ലാ മക്കളും നമ്മൾ കേട്ടു.
നമ്മളെ ജീവിതത്തെ ഈശോയുടെ പക്കലേക്ക് കൊടുക്കുകയാണ്. ഈ പുതുവർഷത്തില് നമ്മളൊന്ന് ക്ലീൻ ചെയ്യുകയാണ് നമ്മുടെ ജീവിതത്തെ. ഈശോയെ, എന്റെ ജീവിതത്തില് ഞാൻ മാറ്റേണ്ടത് എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരണം. ഓരോരുത്തരും ഈശോയോട് പ്രാർത്ഥിക്കും. രോഗക്കിടക്കയിലായിരിക്കുന്നവരും പ്രാർത്ഥിക്കണം. എന്തെങ്കിലും എനിക്കിനി മാറ്റാനുണ്ടോ ഈശോ? കർത്താവേ, എന്റെ ചിന്തയില് എനിക്ക് മാറ്റം വരുത്താനുണ്ടോ? എന്റെ വാക്കിൽ എനിക്ക് മാറ്റം വരുത്താനുണ്ടോ? കർത്താവേ, ഓരോരുത്തരും പരിശോധിച്ച് ഈശോയുടെ മുമ്പില്, ഈശോയെ എന്നെ ഒന്ന് കാണണേ കർത്താവേ. ഈശോയെ, നീ നോക്കുമ്പോ കാണുന്നുണ്ടല്ലോ കർത്താവേ, അഴുക്ക് പിടിച്ചൊരു പാത്രം പോലെയായിരിക്കും ചിലപ്പോൾ ഞാൻ. നല്ല സുന്ദരമായ വസ്ത്രങ്ങൾ ഇട്ടാലും ഈശോയെ മാറാൻ ഒത്തിരി ഉണ്ട്. ഈശോയെ, എല്ലാ മേഖലകളെയും കൊടുത്തേ. പ്രിയപ്പെട്ട മക്കളെ, വിശ്വാസത്തിന്റെ കുറവ് നമ്മളിൽ വരുന്നുണ്ടെങ്കിൽ, വിശുദ്ധിയുടെ കുറവ് നമ്മളിൽ വരുന്നുണ്ടെങ്കിൽ എല്ലാം ഈശോയുടെ പക്കലേക്ക് എടുത്തു വെക്കുക. കർത്താവേ, എന്നെ ശുദ്ധീകരിക്കണേ ഈശോ. കർത്താവേ, എന്നെ ശുദ്ധീകരിക്കണേ കർത്താവേ. എന്റെ ഫോക്കസ് ഒന്ന് ശരിയാക്കി തരണേ എന്ന് എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ ജീവിതത്തില് നമ്മുടെ ചില ഫോക്കസുകൾ തെറ്റിപ്പോകുന്നു, എല്ലാം ഈശോയ്ക്ക് കൊടുക്കാം. ഈശോയെ, എന്റെ ജീവിതത്തെ ഒന്ന് ഏറ്റെടുക്കണേ എന്ന് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് അലർജി രോഗമുള്ള മക്കൾ ഈ സമയത്ത് സ്വയം വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഈശോ പറയുന്നുണ്ട്. കർത്താവ് ഇങ്ങനെ വലിയ ദണ്ടുയർത്തി ചില ശരീരങ്ങളെ തൊട്ട് കർത്താവ് ശുദ്ധീകരിക്കുന്നതായിട്ട് കാണിക്കുകയാണ്. കർത്താവെ, എല്ലാ ജീവിതങ്ങളെ സമർപ്പിക്കുകയാണ്. മക്കളെ, ആരോടും ഒരു വിഷമം നമ്മുടെ മനസ്സിലുണ്ടാകുന്നു. ഇവിടെ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു സങ്കടം, ഒരു പരിഭവം, ഒരു ഇഷ്ടക്കേട് ആരോടും ഉണ്ടാകത്തില്ല. എല്ലാം ചേർത്ത് വെക്കും. ഈശോയെ ഏറ്റെടുക്കണം. ഈശോ നമ്മുടെ കൂടെ ഇറങ്ങി നടക്കുന്ന സമയമാണിത്. എല്ലാവരും പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ട മക്കളെ, ഈശോ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. കുടുംബ ജീവിതത്തില് മകനും മകളുമായി സംസാരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ അകന്നിരിക്കുന്ന ചില ജീവിതങ്ങളെ ഈശോ കാണിച്ചു തരുന്നു. പ്രത്യേകം പ്രാർത്ഥിക്കുക. അവരെല്ലാം ഒന്ന് സമർപ്പിച്ച് ഈശോയെ ശക്തി തരണേ എന്ന് പ്രാർത്ഥിച്ചു. ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഈ സമയം, ഈശോയെ എന്നെ ഒന്ന് ചേർത്ത് പിടിക്കണേ. എല്ലാ മക്കളും ഈശോയുടെ മുമ്പില് ശിരസ് നമിച്ചായിരുന്നേ. കർത്താവേ, എന്നെ ഒന്ന് ചേർത്ത് പിടിക്കണം. ഒരു ശിശുവിനെ പോലെ നിങ്ങൾ ഈശോയുടെ മുമ്പിലായിരിക്കും. കർത്താവേ, എനിക്ക് ഒത്തിരി പ്ലാനുകളുണ്ട്, അതെല്ലാം നിന്റെ മുമ്പിൽ വെക്കുക. നീ എന്നെ ഒന്ന് ഏറ്റെടുക്കണേ എന്ന് ഓരോരുത്തരും പ്രാർത്ഥിക്കും. ഈ പുതുവർഷത്തിന്റെ സ്വപ്നങ്ങള് ഈശോയുടെ കരങ്ങളിലോട്ട് കൊടുത്ത്, ഈശോയെ എന്റെ ജീവിതത്തെ ഒന്ന് ഏറ്റെടുക്കണേ എന്ന് ഓരോരുത്തരും പ്രാർത്ഥിക്കും. ഈശോയെ, അവിടുന്ന് എന്റെ ജീവിതത്തെ ഏറ്റെടുക്കണം. മക്കളെ, ഈശോ ഇപ്പോൾ തൊട്ട് അനുഗ്രഹിക്കുകയാണ്. ഈശോ സമീപസ്ഥനായി മാറുന്നതായി ഈശോ കാണിച്ചു തരുന്നുണ്ട്. നിങ്ങളെല്ലാം ആഗ്രഹിക്കുക, കർത്താവേ എന്നെ ഏറ്റെടുക്കണേ, ഈശോയെ എന്നെ ഏറ്റെടുക്കണേ, എന്റെ ജീവിതത്തെ തൊരണേ. എല്ലാ മക്കളും ഈശോയുടെ മുമ്പിൽ ഒന്ന് വിശ്രമിച്ച്, കർത്താവേ നിന്റെ കൂടെ എനിക്ക് യാത്ര ചെയ്യണം. എന്റെ കൈ പിടിച്ച ഹെനോക്കിനെ പോലെ, നിന്റെ ഒപ്പം നടന്ന ശിഷ്യന്മാരെ പോലെ ഈശോയെ എനിക്ക് നിന്റെ കൂടെ നടക്കണം. ഒരു കൊതി അതെന്റെ ജീവിതത്തിൽ കാരണം കർത്താവെ. അതരം കൊണ്ട് പറഞ്ഞാൽ പോരാ, ജീവിതത്തിൽ ഉണ്ടാകണം. അതിനുള്ളൊരു കൃപ തരണേ ആഗ്രഹിച്ച് എല്ലാ മക്കളും പ്രാർത്ഥിച്ച് നമ്മളൊരു ഗാനം പാടി സമയത്ത് പ്രാർത്ഥിക്കും. ഈശോയുടെ വലിയ സാന്നിധ്യം നമ്മളെ നിറയപ്പെടാൻ, ഈശോയുടെ വലിയ കൃപ നമ്മളിൽ നിറയപ്പെടാൻ നമ്മളെല്ലാം ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ആരും കണ്ണു തുറക്കണം. നിങ്ങളെല്ലാം ഈശോയുടെ സന്നിധിയിൽ, ഈശോയെ എന്റെ ഈശോയെ, ഈശോ ഈ ഒരു വലിയ ആഗ്രഹത്തോടെ കണ്ണുകൾ അടച്ച് അവന്റെ മടിയിൽ നിങ്ങൾ വിശ്രമിക്കുക. സ്പർശിച്ച് ഏറ്റെടുക്കുന്ന സമയമാണ്. ആരാധിച്ചിടും ഞാൻ നാഥനേശുവേ, ആരാധിച്ചിടും ഞാൻ നാഥനേശുവേ.
വന്നു നിൻ സ്നേഹം പകരാൻ, എന്നെ തേടി നീ വന്നു നിൻ സ്നേഹം പകരാൻ, കനിവിൻ കടലേ നിറയൂ എൻ കരളേ, കനിവിൻ കടലേ നിറയൂ എൻ കരളേ. ആരാധന 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 ആരാധന. മിശിഹായേ നിൻ വഴിയിൽ ഞാനണയാം ഇനിമേൽ. മിശിഹായേ നിൻ വഴിയിൽ ഞാനണയാം ഇനിമേൽ. കരുണാമയനേ എനിക്കെന്നും നീ അഭയം. കരുണാമയനേ എനിക്കെന്നും നീ അഭയം. ആരാധിച്ചിടും ഞാൻ എന്നാഥനേശുവേ, നീ മാത്രമൻ നാഥൻ. ദിവ്യകാരുണ്യമേ, നീ മാത്രമൻ നാഥൻ. ദിവ്യകാരുണ്യമേ. ആരാധന 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 ഈശോയുടെ സന്നിധിയിൽ നമ്മുടെ ജീവിതങ്ങളെ ഒരിക്കൽ കൂടി നമുക്ക് ചേർത്ത് വെക്കാം. പ്രിയപ്പെട്ട മക്കളെ, ഈശോ അനേകർക്ക് വലിയ പ്രൊട്ടക്ഷന്റെ മേലങ്കി തരുന്നതായിട്ട് ഈശോ വെളിപ്പെടുത്തുന്നു. ഈ പുതിയ വർഷത്തില് ഈശോ വലിയ പ്രൊട്ടക്ഷൻ ഈശോ അനേകർക്ക് തന്ന് പുതിയ പുതിയ പുതപ്പുകള് അണിയിക്കുന്നതായിട്ട് കർത്താവിന്റെ ആത്മാവ് വെളിപ്പെടുത്തുകയാണ്. ജോലിയിൽ പ്രൊമോഷൻ തന്ന് ഈശോ ചിലരെ അനുഗ്രഹിക്കുന്നതായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. ഈശോയെ 18 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് ഈശോ കുഞ്ഞിനെ കൊടുത്ത് അനുഗ്രഹിക്കുന്നതായിട്ട് കർത്താവിന്റെ ആത്മാവ് വെളിപ്പെടുത്തുകയാണ്. നിങ്ങൾ ഈശോയെ അങ്ങ് ചേർത്ത് പിടിക്കുക മക്കളെ. ഈശോയെ ഒരുപാട് ചേർത്ത് പിടിക്കുക. ആരെയും ശ്രദ്ധിക്കണ്ട. എല്ലാം ഈശോയ്ക്ക് കൊടുത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഈശോയെ പരിപൂർണമായി ഞങ്ങൾ സമർപ്പിക്കുകയാണ്. കർത്താവ് നമ്മളെ തൊടാൻ, നിങ്ങൾ രോഗികൾ പ്രത്യേകം ഒന്ന് പ്രാർത്ഥിച്ച് ഈശോയെ തൊടണേ, ഈശോയെ തൊടണേ എന്ന് പ്രാർത്ഥിക്കുക. കർത്താവെ, ഓപ്പറേഷന് വേണ്ടി റെഡിയാകുന്ന 2 പേർ ഈശോ പ്രത്യേകമായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. പ്രത്യേകം പ്രാർത്ഥിക്കണം. ഒരാൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു ഓപ്പറേഷൻ കൂടാതെ സൗഖ്യപ്പെടുത്തണം. പക്ഷെ ഈശോ ഓപ്പറേഷനിലൂടെയാണ് വ്യക്തിക്ക് സൗഖ്യം തരുന്നത്. അതുകൊണ്ട് ഈശോ ആ വ്യക്തിയെ ഏറ്റെടുത്തിരിക്കുകയാണ്. കാണുന്നില്ല എന്ന് വിചാരിക്കരുത്. ഈശോ പ്രത്യേകം കാണിച്ചു തരുന്നു. ഈശോ തലയിൽ ഒരു ഭാരം വന്ന് വീണിട്ട് വേദന അനുഭവിച്ച് ഇന്നും തീരാ തലവേദനയും ബുദ്ധിമുട്ടുകളും ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ
കർത്താവിന്റെ ആത്മാവ് ഏറ്റെടുക്കുന്നതായിട്ട് ഈശോ പറയുന്നു. ഒരുപാട് ശരീരം മുഴുവൻ ഭയങ്കര വേദനയാണ്, മുള്ളുകൊണ്ട് വലിക്കുന്ന വേദന അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് ഈശോ സൗഖ്യം തന്ന് അനുഗ്രഹിക്കുന്നതായിട്ട് കർത്താവിന്റെ ആത്മാവ് വെളിപ്പെടുത്തുകയാണ്. മക്കളെ, നിങ്ങൾ ഈശോയെ സ്തുതിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. സ്പർശിക്കണേ, ആര് കണ്ണു തുറക്കല്ല, ഈശോ തൊടുവാണ് നമ്മളെ. ഈശോ നമ്മളെ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈശോയെ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ പ്രിയപ്പെട്ട മക്കൾ, ഈശോ സമയത്ത് നമ്മൾ പ്രത്യേകം ആവശ്യപ്പെടും. നമ്മുടെ സിനഡിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. സിറോ മലബാർ സഭയുടെ സിനഡ് ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ്. പ്രത്യേകം നമുക്ക് ഈശോയുടെ തിരുഹൃദയത്തിന്റെ ഉള്ളിലേക്ക് സഭാ പ്രശ്നങ്ങളെ ഒന്ന് സമർപ്പിച്ചു പ്രാർത്ഥിക്കാം. ഈശോയെ സമർപ്പിക്കുന്ന പ്രിയപ്പെട്ട ദമ്പതികളെ, നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഈശോ ആവശ്യപ്പെടുന്നു. ജോയി, ഈശോ രവി എന്നൊക്കെയുള്ള പേരുകൾ ഈശോ പ്രത്യേകമായിട്ട് തന്ന് അനുഗ്രഹിക്കുകയാണ് പ്രാർത്ഥിക്കാനായിട്ട്. ഈശോയെ നന്ദി പറയുന്നു. ചില ഗ്രന്ഥങ്ങൾ, പ്രത്യേകമായ ഗ്രന്ഥങ്ങൾ എടുത്തു എന്ന് വെച്ച് വായിച്ച് കുടുംബത്തിൽ അത് വലിയൊരു നിരീശ്വരവാദത്തിന്റെ അവസ്ഥയിലേക്ക് പോകുന്ന ഒരു വ്യക്തിയെ കർത്താവ് എടുത്തു കാണിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, 2 കരങ്ങൾ ഉയർത്തി ഈശോയെ ഒന്ന് സ്തുതിച്ചേ. ഈശോയുടെ സാന്നിധ്യം നിറയട്ടെ, ഈശോയുടെ വലിയ ശക്തി നിറയട്ടെ. മക്കളെ തൊറണ ഈശോയെ, നിന്റെ സൗഖ്യം വ്യാപരിക്കട്ടെ, നിന്റെ വിടുതൽ ഉണ്ടാവട്ടെ. ഈ പുതുവർഷത്തില് കർത്താവെ നിന്റെ വലിയ സാന്നിധ്യത്തിന്റെ കൃപ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബെഞ്ചമിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈശോ പേര് ചൊല്ലി വിളിക്കുന്നു. ഈശോയെ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ അനേകരുടെ വയറ് ഈശോ ശുദ്ധീകരിക്കുന്നതായിട്ട് കർത്താവിന്റെ ആത്മാവ് വെളിപ്പെടുത്തുന്നു. ഈശോയെ നന്ദി. ജഡികാസത്തിൽ നിന്ന് ഒരു വ്യക്തിക്ക് വിടുതൽ കൊടുക്കുന്നു. കർത്താവെ സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ നന്ദി പറയുന്നു. ഒരു വ്യക്തിയുടെ വീട് പണിയാനുള്ള സ്ഥലത്ത് കുറ്റി നാട്ടുന്നതായിട്ട് കർത്താവ് വെളിപ്പെടുത്തുന്നു. ഈശോയെ നന്ദി പറയുന്നു. ഒരു കടമുറി വാടകയ്ക്ക് എടുക്കണമെന്ന് ആഗ്രഹിച്ച ഒരാൾ ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നു. ആ വ്യക്തിക്ക് ഈശോ സാക്ഷ്യം കൊടുക്കുന്ന കർത്താവിനെ വെളിപ്പെടുത്തുന്നു. ഈശോയെ നന്ദി. ഹല്ലേലൂയ. ഒരു പലചരക്ക് കട തുടങ്ങാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഈശോ അടയാളം തരുന്നു. ഈശോയെ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവെ നന്ദി. വീട്ടിൽ എന്ത് ജീവി വന്നാലും, ഒരു കുഞ്ഞു ജീവി വന്നപ്പോൾ അതിനെ കൊല്ലണം, അങ്ങനെ ഒരു എപ്പോഴും ഇങ്ങനെ അതിനെ ഭയപ്പെടുവാണോ ഇഷ്ടപ്പെടാതെ വരുവാണോ അറിയില്ല, എപ്പോഴും ഇങ്ങനെ അതിനെ കൊല്ലുന്ന, അടിക്കുന്ന, അങ്ങനെ ഒരു വേറൊരു അവസ്ഥയിലേക്ക് പോയി മെന്റൽ സ്റ്റെബിലിറ്റി കുറഞ്ഞ ഒരു വ്യക്തിയെ ഈശോ ഇപ്പോൾ കാണിച്ചു തരികയാണ്. ഈ കൂട്ടായ്മയിൽ ആരുടെ ഒരു വ്യക്തി അങ്ങനെ വീട്ടിലുണ്ട്. കർത്താവ് ആ വ്യക്തി ഏറ്റെടുക്കുന്നു. എല്ലാത്തിനും ഇങ്ങനെ തല്ലിക്കൊണ്ട് നടക്കും, തല്ലുമാണ് എപ്പോഴും ഇങ്ങനെ കൈകൊണ്ട്. ഈശോയെ ആരെങ്കിലും ആ ഒരു മേഖലയിലുള്ള വ്യക്തി ഉണ്ടെങ്കിൽ, ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഈശോയെ ഏറ്റെടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേകം കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ നന്ദി. പരിശുദ്ധാത്മാവേ നന്ദി. ബെൽറ്റ് ഇട്ട് മാത്രം ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് ഈശോ ബെൽറ്റ് അഴിക്കാനുള്ള കൃപ തരുന്നു. പരിശുദ്ധാത്മാവ് വ്യക്തി ഏറ്റെടുക്കുന്നതായിട്ട് കർത്താവ് വെളിപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക, കരയുക ഈശോയുടെ മുമ്പിൽ. എന്റെ ഈശോയെ, ഞങ്ങളെ ഒന്ന് ഏറ്റെടുക്കണേ, ഞങ്ങളെ തൊടണമേ, ഞങ്ങൾക്ക് വിജനദേശത്ത് പാവി ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഒരിക്കൽ കൂടി 2 കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. ഈശോ പരിശുദ്ധാത്മാവേ നന്ദി. ആരാധന. കർത്താവേ സ്തുതിക്കുന്നു. ഈശോ എല്ലാ അസ്വസ്ഥകളും മാറട്ടെ അപ്പ, എല്ലാ കെട്ടുപാടുകളും മാറട്ടെ. ഈശോയെ സ്തുതിക്കുന്നു. കർത്താവേ നന്ദി. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഒരു വ്യക്തിക്ക് പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം തരുന്നു. മാതാവ് ഒരുപോലെ പൂവ്, വെള്ള പൂക്കൾ കൊണ്ടുവന്ന് കൊടുത്ത് പ്രത്യേകമായിട്ട് ചേർത്ത് പിടിച്ച് അനുഗ്രഹിക്കുന്നതായിട്ട് വെളിപ്പെടുത്തുന്നു. ഈശോയെ നന്ദി പറയുന്നു. ഈശോയെ നന്ദി. അയർലൻഡിലേക്കുള്ള വിസ ഒരാൾക്ക് റെഡിയാക്കി കൊടുക്കുന്നതായിട്ട് കർത്താവിന്റെ ആത്മാവ് വെളിപ്പെടുത്തുന്നു. ഈശോയെ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവെ നന്ദി. മാംസം അലർജി, പ്രത്യേകിച്ച് പന്നി മാംസത്തിന്റെ അലർജി ഈശോ എടുത്തു മാറ്റുന്നതായിട്ട് കർത്താവിന്റെ ആത്മാവ് വെളിപ്പെടുത്തുന്നു. ഈശോയെ നന്ദി. മക്കളെ, ഈശോ ഒത്തിരി ബ്ലെസ്സിങ് തരുന്നു. നിങ്ങൾ പ്രാർത്ഥനയിലായിരിക്കുക. ആത്മാവിന്റെ കൃപ നമ്മളെ ഏറ്റെടുക്കുകയാണ്. ഈശോ കൂടുതൽ ഒത്തിരി മെസ്സേജുകൾ പതിവില്ലാതെ ഈശോ തന്നുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് നമുക്ക് നന്ദി പറയാം. നിങ്ങളതെല്ലാം ഏറ്റെടുത്ത് ഈശോയെ ഒത്തിരി സ്നേഹിച്ച് ഐ ലവ് യു ജീസസ് എല്ലാ മക്കളും പറയും. ഈശോയെ, ഞാൻ നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നു. ഈശോയെ, എന്റെ കുടുംബത്തെ, നിങ്ങളുടെ ജീവിത പങ്കാളിയെ പ്രത്യേകം ഒന്ന് സമർപ്പിച്ചേ, നിങ്ങളുടെ മക്കളെ പ്രത്യേകം ഒന്ന് സമർപ്പിച്ച് ഈശോട് പറ. ഈശോയെ, നീ നിറയണേ, നിങ്ങളുടെ കുടുംബത്തിൽ നീ നിറയണേ. ഓരോരുത്തരും പ്രാർത്ഥിക്കുക. കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോകാതിരിക്കാൻ പ്രത്യേകം പ്രാർത്ഥിക്കുക. എല്ലാവരും
എല്ലാവരും ഈശോയ്ക്ക് നിങ്ങളെ തന്നെ സമർപ്പിച്ച് പരിശുദ്ധ അമ്മയുടെ ഉമ്മല ഹൃദയത്തിലേക്ക് നമ്മുടെ ഈ കൂട്ടായ്മയെ സമർപ്പിക്കാം. പ്രഭാത ശബ്ദ ശുശ്രൂഷയെ സമർപ്പിക്കാം. ഇപ്പൊ കടന്നു വന്നിരിക്കുന്ന 450ഓളം ആളുകളെ പ്രത്യേകമായിട്ട് നമുക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കാം. എല്ലാവരുടെ കുടുംബത്തെ, എല്ലാ സിസ്റ്റേഴ്സിനെ, വൈദികരൊക്കെ നമുക്ക് സമർപ്പിക്കാം. എല്ലാവരും ഈശോയ്ക്ക് കൊടുത്ത് കണ്ണുകൾ അടച്ച് വിവികാരുണ്യനാഥനെ കെട്ടിപ്പിടിച്ച്, ഈശോയെ എന്റെ കൂടെ എന്റെ ജീവിതത്തിനൊപ്പം എന്നെ തള്ളിക്കളയലേ എന്ന് ആഗ്രഹിച്ച് അവനോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.